പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല ഈ രാത്രിക്ക് പകൽ സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി പ്രിയ ബീന സിസ്റ്റർ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെ അവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. പല പ്രാവശ്യവും പല ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാനൊക്കെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുവാനും എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ എത്രയും പേർക്ക് 30 പേർക്കോളം ഒരുമിച്ച് സൂമിലായിരിക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുക. ഞാനിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റേ ഉള്ളൂ. കാരണം ഇവിടെ 4:30 ആകുന്നേ ഉള്ളൂ, 4:30 ആയി വരുന്നേ ഉള്ളൂ. ഈ പ്രഭാതം ഞങ്ങൾ ഒരാഴ്ച ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് പ്രയറൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൊണ്ടൊക്കെ വിട്ട് ഞങ്ങൾ കിടന്നപ്പോഴേ ഏകദേശം 1 മണി 1:30 ആയി. അപ്പം ആൻറ്റി വിളിച്ചപ്പോഴാണ് ശരിക്കും എഴുന്നേറ്റ് തന്നെ. എങ്കിലും കർത്താവ് നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെയൊക്കെ കരുതുന്ന എൻ്റെ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കിടന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, അച്ഛാ ഈ രാവിലത്തെ മീറ്റിംഗ് എന്തിനാ എടുക്കുന്നേ, ഈ വൈകിട്ടത്തെ മീറ്റിങ്ങുകളൊക്കെ എടുത്താൽ പോരെ, ഈ രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ കർത്താവ് എന്നെ വിളിച്ചതല്ലേ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അപ്പോൾ ആൻറ്റിയൊക്കെ രാവിലെ ആണെങ്കിൽ പറയുമ്പോൾ നമുക്ക് ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ നൽകിയിട്ടില്ലേ, അപ്പോൾ വേണ്ടാന്ന് എങ്ങനെയാ പറയുന്നേ. അപ്പം അത് തീർച്ചയായിട്ടും കർത്താവ് നമ്മെ ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ വിളിക്കുമ്പോൾ വേണ്ടാന്ന് പറയാൻ കഴിയത്തില്ല. പ്രഭാതമാണെങ്കിലും എങ്കിൽ ദൈവം നമ്മൾ ഇത്രത്തോളം ഒക്കെ നടത്തുന്നില്ലേ. അനേകർക്ക് ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പലപ്പോഴും യു.പിയുടെ പ്രദേശങ്ങളിലും നൈജീരിയയുടെ പ്രദേശങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി എന്തോ പ്രതിസന്ധികളിലൂടെ കഷ്ടതയിലൂടെയൊക്കെ പോകുന്ന, ഉറങ്ങുവാൻ കഴിയാതെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെയൊക്കെ കടന്നു പോകുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ അവരുടെ നടുവിലൊക്കെ നമുക്ക് എത്ര സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കൊന്നും പറയാനില്ല. നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, ചില കടഭാരങ്ങളും, അല്ലെങ്കിൽ ഇച്ചിരി ഷുഗറും പ്രഷറും കൊളസ്ട്രോളും, ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ. അല്ലാതെ ഒരു ആത്മീകമായിട്ട് നമുക്ക് വലിയ പ്രതികൂലങ്ങളോ പ്രത്യേക പ്രതിസന്ധികളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എങ്കിലും ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ യു.പിയിൽ ഒരു കർത്താവിന്റെ ദാസനെ പിടിക്കുകയും ബൈബിള് കത്തിക്കുകയും ബൈബിളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ച ഒരു വാർത്തയൊക്കെ കേട്ടു. ജയിലിലായിരിക്കുന്നു. അങ്ങനെ എത്രയോ പ്രതികൂലങ്ങളിലൂടെ പോകുന്നു. അതിൽ നടുവിലും എങ്കിലും ദൈവം അവരെയൊക്കെ ഒരിക്കലും മടുത്തു പോകാതെ, മടി കാണിക്കാതെ ഇന്നും കർത്താവിന് വേണ്ടി അവരൊക്കെ നിൽക്കുന്നു ഓർക്കുമ്പോൾ കർത്താവിന് നമുക്ക് എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതി വരത്തില്ല. നമ്മുടെ ഈ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ഒത്തിരി പ്രതികൂലമായിട്ടും വിട്ടുകളയാതെ വിട്ടുപിരിയാതെ കർത്താവിനോട് നിൽക്കുന്ന ദൈവദാസന്മാർ അവരൊക്കെ നമുക്കൊക്കെ വേണമെങ്കിൽ വിട്ടുപോകാമായിരുന്നു. എന്തിനായി കഷ്ടം അനുഭവിക്കുന്നത്, എന്തിനു വേണ്ടി ഇത്ര ബുദ്ധിമുട്ടി ഈ ഈ പ്രതിസന്ധിയുടെ നടുവിലൊക്കെ അടിയേൽക്കാനും അപമാനമേൽക്കാനും ഈ ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെയൊക്കെ എന്തിനു വേണ്ടി? ഒരാവശ്യമില്ല. വീട്ടിൽ സന്തോഷമായിട്ട് നിന്ന് നമ്മളെ കൊണ്ട് കഴിയുന്നു. ഇപ്പൊ നാട്ടിലൊക്കെ കണ്ടില്ലേ, കുറച്ച് പൈസ കിട്ടി പോയി ചില ഒന്ന് കവലയിലൊക്കെ പോയി ചില പരസ്യമൊക്കെ ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഒക്കെ സന്തോഷമായിട്ട് പോകാം, സുഖമായിട്ട് പോകാം നമുക്കെല്ലാം. അതേപോലെ ചെയ്താൽ മതി. പക്ഷെ അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഈ പ്രതിസന്ധിയുടെയും ഈ ചൂടേറിയ കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക ദൈവദാസന്മാരുണ്ട്. കാരണം അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷയത്. അത് ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ടേ പറ്റുള്ളൂ. ദൈവം അതുകൊണ്ട് അവരെയൊക്കെ അങ്ങനെ ആക്കിയിരിക്കുന്നേ. അവരേത് അടിയേറ്റാലും പ്രതിസന്ധിയേറ്റാലും അതിന്റെ നടുവിലും നിൽക്കുന്ന വിശ്വാസ വീരന്മാർ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നമുക്കൊരു പ്രതിസന്ധിയില്ല, എത്രയോ സന്തോഷം നമ്മൾ അനുഭവിക്കും. ഞങ്ങൾ ഈ യുയിലാണെങ്കിലും സുവിശേഷത്തിന് വേണ്ടി ഒരു പ്രതിസന്ധികളോ ഒരു പ്രതികൂലങ്ങളോ ഇവിടെ ഇല്ല. നമുക്ക് എത്ര സന്തോഷത്തോടെ സുവിശേഷം അറിയിക്കാൻ പുറത്തിറങ്ങിയില്ലെങ്കിലും പേഴ്സണലായിട്ട് ഇറങ്ങാനും മീറ്റിംഗ് നടത്താനൊന്നും
ഏഹ് ബൈബിൾ കൊണ്ട് നടക്കാനോ ഒന്നിനും ഒരു കുഴപ്പമില്ല. അത്ര സ്വാതന്ത്ര്യമാണ് അതിലൂടെ നമ്മളൊക്കെ ജീവിക്കുന്നത്. എങ്കിലും ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന് ആ ദൈവത്തെ സ്തുതിക്കുക. അതിനിടയിലും നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഈ പ്രഭാത പ്രാർത്ഥനയിലൊക്കെ അവയൊക്കെ ഓർക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. 35 പേര് രാവിലെ 6 മണിക്ക് സമയം നമ്മുടെ സഹോദരിമാരൊക്കെ അറിയാം. ഈ പ്രഭാതമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിലയേറിയ സമയം. എനിക്കും രാവിലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേറിയ സമയമാണ്. ഇന്നിപ്പോ ശനിയാഴ്ച ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ആന്റി എന്നെ വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ ചൊവ്വയോ ബുധനൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒഴിയാൻ ശ്രമിച്ചിരുന്നേനെ. കാരണം ഞങ്ങളിവിടെ സ്കൂളൊക്കെ തുടങ്ങുന്നത് ഇവിടെ 7:30 ക്ലാസ് തുടങ്ങും. 7:30 ക്ലാസ് തുടങ്ങും. 6:45 സ്കൂൾ ബസ് വരും. 6:45. അപ്പൊ അതിനു മുന്നേ പിള്ളേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കണം. അവരെ എഴുന്നേൽപ്പിക്കലേ വലിയൊരു പാടാ. ഒന്ന് കട്ടിലിൽ നിന്ന് കുത്തി പൊക്കി എഴുന്നേൽപ്പിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായ ടാസ്ക്കാണ്. ചിലപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ പ്രിയപ്പെട്ടവർക്കും ചിലപ്പോൾ ഡേ ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ 3 പേരെയും ഈ ഒരുമിച്ച് ഡ്യൂട്ടിക്ക് ഒരുമിച്ച് വിടുക എന്ന് പറഞ്ഞാൽ അത് അതിനെക്കാട്ടി വലിയ ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. എങ്കിലും ആ സമയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും അതുപോലൊക്കെ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് പിള്ളേരെ സ്കൂളിൽ വിടുന്ന സാഹചര്യങ്ങളൊക്കെ 6 മണിയൊക്കെ. എങ്കിലും ആ സമയത്തും 1 മണിക്കൂറൊക്കെ 1 1/2 മണിക്കൂർ മാറ്റി വെക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ വൻകൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ പ്രാർത്ഥനയൊന്നും വ്യർത്ഥമായി തീരത്തില്ല. പലപ്പോഴും മാനുഷിക കണ്ണുകൾ കൊണ്ട് പലരും നോക്കുമ്പോൾ ചിന്തിക്കും, എന്തിനു വേണ്ടി ഈ പ്രാർത്ഥന? രാവിലെ എഴുന്നേറ്റ് അല്പസമയം ഇങ്ങനെ സൂമിൽ പ്രാർത്ഥിക്കുന്നു, ഇതുകൊണ്ട് എന്താ ലാഭം? എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടോ? പലരുടെയും ചിന്തകൾ അതൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടുമോ എന്ന ചിന്തയില പലപ്പോഴും പലരും നമ്മെ വീക്ഷിക്കുന്നത്. ഞങ്ങൾക്കൊന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾ വെക്കേഷൻ നാട്ടിൽ കടന്നു പോയപ്പോൾ ജൂലൈ ആഗസ്റ്റിലും മഴയുള്ള സമയമാണ്. എങ്കിലും ഒരു ദിവസം ഞാനും അപ്പനും കൂടി ബൈക്കിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അന്ന് ചെറിയ ചെറിയ ചാറ്റമഴ പെയ്തുകൊണ്ടിരിക്കുക. ചെറിയ മഴയേ ഉള്ളൂ. ഈ മഞ്ഞൊക്കെ വീഴുന്നത് പോലെ ചെറിയ ചാറ്റമഴ. ഈ ചാറ്റമഴ കാണുമ്പോൾ ഞങ്ങള് ഒരു കവലയിലെത്തിയപ്പം ഒരു ദേവദാസനും കുറച്ച് 2 3 4 സഹോദരന്മാരൊക്കെ ഇരുന്നുകൊണ്ട് ഒരു ഇവാഞ്ചലിസ്റ്റ് സപ്പോർട്ട് ടീമാണ്. അവരൊന്നുകൊണ്ട് പരസ്യയോഗം നടത്തുക. ശക്തമായിട്ട് പരസ്യയോഗം നടത്തുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ ഞങ്ങള് ആ കവലയിൽ കൂടെ ഞാൻ ബൈക്കൊന്ന് മെല്ലെ ചെറുതായി നിർത്തിയില്ല, മെല്ലെ സ്ലോ ആക്കി ഇങ്ങനെ അത് കണ്ട് ഇങ്ങനെ പോയി. ഒരല്പം മുമ്പോട്ട് പോയപ്പോ എൻ്റെ അപ്പം പറഞ്ഞു, ഇവ ഈ ചാറ്റമഴയിലും ഈ മഴയത്തും ഇവരിങ്ങനെ ഇതൊക്കെ നിന്നുകൊണ്ട് പ്രസംഗിക്കണമെങ്കിൽ ഇവർക്ക് അമേരിക്കയിൽ നിന്നൊക്കെ എന്തൊക്കെയോ പൈസ കിട്ടുന്നുണ്ടായിരിക്കും. അമേരിക്കയിൽ നിന്നൊക്കെ നല്ല പൈസ കിട്ടുന്നുണ്ടായിരിക്കും. ഈ മഴയത്തും ഈ രാവിലത്തെ അപ്പുറത്തെ തണുപ്പത്തൊക്കെ നിന്ന് ഒരു 8:30 9 മണിയായ സമയമാണ്. ഈ 9 മണിക്കത്തെ സമയത്ത് ഈ മഴയത്തൊക്കെ നിന്നുകൊണ്ട് ഇവർ ഈ പ്രസംഗിക്കണമെങ്കിൽ ഇവർക്ക് എൻ്റെ അപ്പം വിശ്വാസത്തിലോട്ടൊന്നും അധികം ശരിക്കും വന്നിട്ടില്ല. അവരൊക്കെ കത്തോലിക്കൽ ഇപ്പോഴും ആയിരിക്കുന്നേ. അപ്പം അവർക്കൊക്കെ എവിടെ നിന്നൊക്കെയോ നല്ല പൈസ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ മഴയത്തും ഈ മഴയത്തും നിന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ വീക്ഷിക്കുന്നവരുടെ ചിന്ത അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ബീനാന്റെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴും പലരും ചിന്തിക്കുന്നത് അങ്ങനെയാ. ഇതൊക്കെ നടത്തണമെങ്കിൽ കുറച്ച് പൈസ കിട്ടും എന്നൊക്കെയാണ് നമ്മുടെ അകത്ത് വരുന്ന ചിന്ത പലരുടെയും. ഞാൻ ഒരടി മുമ്പോട്ട് പോയിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പൊ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എൻ്റെ മേലൊരു നിർബന്ധം കിടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുക, നമ്മൾ എന്തുകൊണ്ടാ ഇങ്ങനെ ഓടുന്നതിന്റെ കാരണം? നമ്മൾ എന്തുകൊണ്ടാ? എൻ്റെ സഹോദരങ്ങളെ, ഞാന് ഞാനിവിടെ വേറെ ചർച്ചിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലും എനിക്ക് അവിടെ ഞാൻ കടന്നു പോകുന്ന ചർച്ചിൽ എനിക്ക് അവിടെ ശുശ്രൂഷിക്കാൻ നല്ല അവസരങ്ങളുണ്ട്. എപ്പോഴാണ് ദൈവവചനം പ്രസംഗിക്കാം, എല്ലാത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പലപ്പോഴും എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് വന്ന ചിന്ത, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു, നീ ഇങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ടവനല്ല, നിനക്ക് വേറെ ശുശ്രൂഷ തലങ്ങളുണ്ട്, നിന്നെ കർത്താവ് ആഗ്രഹിക്കുന്ന അനേക തലങ്ങളുണ്ട്, നീ എഴുന്നേക്കണം, നീ കർത്താവിനോട് പ്രയോജനപ്പെടും, നിന്നെ കുറിച്ചുള്ള ഹിതം ഇതൊന്നുമല്ല എന്നൊക്കെ എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് പലപ്പോഴും ചിന്തകളും ഭാരങ്ങളും പലപ്പോഴും ഒരു അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്ന പ്രസംഗമല്ല, അതിനപ്പുറത്ത് എന്തൊക്കെയോ ഒരു ശുശ്രൂഷ തലങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം എപ്പോഴും എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഞാൻ പിടിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ
അപ്പൊ എന്നോട് പറയും അച്ഛയുടെ ഇഷ്ടം എന്താ അതുപോലെയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഒരിക്കൽ ഞാൻ ഒരു തീരുമാനം എടുത്ത് എനിക്കൊരു പുതിയൊരു പ്രവർത്തനം തുടങ്ങണം. കുറെ പുതിയ ആൾക്കാരുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങണം. ഒരു സംതൃപ്തി പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ അതൊരു സംതൃപ്തി കിട്ടുന്നില്ല. നമുക്ക് വേദികളുണ്ട്, പക്ഷെ അതിനൊരു സന്തോഷം ലഭിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ എഴുന്നേറ്റ ഒരു ദിവസം ഭയങ്കര ഷോക്കായി പോയി ആ ചർച്ച. ഞാൻ പറഞ്ഞു എൻ്റെ ഹൃദയത്തിനകത്തൊരു ഇങ്ങനെ ചിന്തയാണ്, പക്ഷെ ഒരു പുതിയൊരു പ്രവർത്തനം തുടങ്ങുവാനും അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരും എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഒരു ആഗ്രഹമാണ്. എനിക്ക് എൻ്റെതായ രീതി ചെയ്യണം എന്നൊക്കെ ഞാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ പോവുക. ഞാൻ ഈ ചർച്ചയിൽ ഒരു വ്യക്തിയെ പോലും കൊണ്ടുപോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് വന്നു. ഞാൻ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയും കുടുംബവും അങ്ങനെ കുറച്ച് ഞങ്ങൾ ഒത്തിരി ഒത്തിരി പേരവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു അവരെ ആരെയും ഒരാളെ പോലും ഞാൻ ഈ ചർച്ചയിൽ വിളിക്കുന്നില്ല, ഒരാളെ പോലും വിളിക്കും. ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് ഞങ്ങൾ പോവാണ്. ഇറങ്ങി എനിക്കൊരു പ്രവർത്തനം തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു വ്യക്തിയെ പോലും വിളിച്ചില്ല. ദൈവസന്നിധി വന്നിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അവൻ്റെ ഒരു വർഷത്തോളം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒറ്റയ്ക്ക് ഒരു വ്യക്തികൾ പോലും ഇല്ലാതെ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി ഇറങ്ങി, എന്താണ് അത്? പക്ഷെ ഒന്ന് മാത്രമുണ്ട്, അകത്തൊരു ഭാരമുണ്ട്. എനിക്കത് ദൈവത്തിന് വേണ്ടി ചെയ്യണം, എന്തൊക്കെയോ ദൈവത്തിന് ചെയ്യാനുണ്ട് എന്നൊരു ചിന്ത ഇങ്ങനെ അകത്ത് ഭരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എങ്ങനെയായിത്തീരും? ഒരു വർഷമായിട്ടും വിശ്വാസികളൊന്നുമില്ല. ഞങ്ങളിരിക്കും, പ്രാർത്ഥിക്കും, പോകുന്നല്ലാതെ ഒരാത്മാക്കളെയൊന്നും കാണാൻ കഴിയുന്നില്ല. കർത്താവ് നിന്റെ ഹിതം എന്താണെന്നൊന്നും എങ്കിലും ഹൃദയത്തിന്റെ അകത്തുണ്ട്, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഈ ദേശത്തുണ്ട്. നീ അത് ചെയ്യും, നിന്നെ കൊണ്ട് ഞാനത് ചെയ്യിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരുന്നു. എന്നാൽ ഒരു വർഷത്തോളം ഒരു വർഷത്തോളം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ വീണ്ടും എനിക്ക് അവിടെ ഞങ്ങൾ ഇവിടുത്തെ ഷാരോൺ ചർച്ചിന്റെ അവിടുത്തെ കർത്താവിന്റെ ദാസൻ റീജിയനിലെ ദൈവദാസൻ എന്നെ വിളിച്ചു. ഇങ്ങനെ അലൈനിലുള്ള ഷാരോണില് അവിടുത്തെ ദൈവദാസൻ അവിടുത്തെ മാറുകയാണ്. അപ്പോൾ അവിടെ ദൈവ ശുശ്രൂഷിക്കുവാൻ നീ കടന്നു വരുന്നോ എന്നെ വിളിക്കാനിടയായി തീർന്നു. അപ്പോഴും ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ശരിക്കും അവിടെ പോയാൽ എനിക്ക് നല്ലൊരു ചർച്ചിന്റെ ഒരു ഹോൾ അവിടെ ഉണ്ട്. അവിടെ ഹോളുണ്ട്. ആ ചർച്ച ഏകദേശം ഒരു 10 കുടുംബത്തോളം ആൾക്കാരുണ്ട്. എനിക്ക് അവിടെ പോകാം. എനിക്ക് പ്രീസ്റ്റിന്റെ വിസയുടെ കാര്യങ്ങളും എല്ലാമായിട്ടും ഒരു ചർച്ച കിട്ടി. എനിക്കൊരു സ്റ്റാറ്റസ് ആയി, എനിക്കൊരു ശുശ്രൂഷകനായി ആ ലെവലിലൊക്കെ എനിക്ക് അവിടെ ഇരിക്കാമായിരുന്നു. അപ്പോഴും എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, നോ, അതുമല്ല നിന്നെ കുറിച്ചുള്ള ദൈവഹിതം. പോകേണ്ട മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മക്കളെ, എന്താണെന്ന് ഒന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളോട് കടന്നുപോയി. ഞാൻ കർത്താദാസെ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എൻ്റെ ദൈവാത്മാവ് എന്നോട് പറയുന്നില്ല പോകാൻ. ഞാൻ ഇരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, എൻ്റെ സഭയില് ഒരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു മൂവ്മെന്റ് തുടങ്ങിയിട്ട്. ഒരു 20-ലധികം ഹിന്ദു മാർഗത്തിൽ നിന്ന് കടന്നു വരുന്ന വിശ്വാസികൾ ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന ഈ ഹോള് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഒരു 5-6 കത്തോലിക്കക്കാർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പിന്നെ ഒരു 10ഓളം വിശ്വാസികളെ നാട്ടിൽ നിന്ന് കടന്നു വന്നവരായിട്ടും അങ്ങനെ പല സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടും ദൈവം ഒരു ഉണർവിനെ ദൈവം അയച്ച ഒരു മൂവ്മെന്റ്. പുതിയ ആൾക്കാരുടെ ഇടയിലേക്ക് ആ ഹിന്ദുമാർ എന്ന് വരുന്നവരൊക്കെ അവരുടെയൊക്കെ ദൈവസ്നേഹം കാണുമ്പോൾ ഞാൻ ഒത്തിരി ചിന്തിക്കർത്താവ്, ഇതാണ് ശുശ്രൂഷ. ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടി. അനേക ജാതികളിൽപ്പെട്ട ദൈവത്തെ അറിയാത്ത അനേകരുണ്ട്. ഞാൻ ചിന്തിച്ചു, നമ്മുടെയൊക്കെ അകത്ത് വരുന്നൊരു ചിന്തയുണ്ടോ, നമ്മൾ ശുശ്രൂഷയിലിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രത്യേകം അവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു ശുശ്രൂഷ തരങ്ങളൊക്കെ പലപ്പോഴും ഇവിടെ കണ്ടുവരുന്നേ. എന്നാൽ തികച്ചും വ്യത്യസ്തമായി ഞാൻ ഇരുന്നു. കർത്താവ് നമ്മൾ ഞാൻ ആരെയും അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല. അനേകർ വരുന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ. ഞാൻ വലിയ അത്ഭുതം ചെയ്യുന്നവർ, അടയാളം ചെയ്തവരൊന്നുമല്ല, സാധാ ഒരു മനുഷ്യൻ. പക്ഷെ ഈ പുതിയ വിശ്വാസികൾ വരുമ്പോൾ ഞാൻ പറയും, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ദൈവം ചെറിയ സംഭവങ്ങളോ, വലിയ സംഭവമൊന്നുമല്ല. ഈ ചെറിയ ജോലിയില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കിടക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമം ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. അവരങ്ങ് വിശ്വസിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അതൊക്കെ ചെറുതായിട്ടൊക്കെ നിറവേറുമ്പോൾ അവർ കടന്നു വരും. അവരിലൂടെ അനേകരെ അവർ കൊണ്ടുവരും. ഞങ്ങൾ ചർച്ചയിൽ പോയി അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഒരു സമാധാനമാണ്. കടന്നു വരാൻ പറഞ്ഞാൽ അങ്ങനെ പലരെയും ഓരോ ആഴ്ച 2-3 ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഞാൻ ഇരിക്കുന്ന ഈ ഹോള് നിറഞ്ഞിട്ട് ഇരിക്കാൻ സ്ഥലമില്ല. ഇപ്പൊ ഞാൻ അടുത്തൊരു ഹോട്ടലിൽ ഞങ്ങൾ റൂം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ചർച്ചിന്റെ ഹോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് കാണാം, ദൈവത്തിന് നമ്മെ കുറിച്ചൊക്കെ ആ ഒരു ശുശ്രൂഷയെ കുറിച്ചൊക്കെ ഒരു വലിയ നമ്മുടെ അകത്ത് വരപ്പോഴും ഒതുങ്ങിയിരിക്കാൻ കഴിയും. നമുക്കൊരു ആത്മഭാരം ഇങ്ങനെ വെളിപ്പെട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഇന്ദിര എന്ന് പറഞ്ഞ ആന്റി എന്നോട് പറയാം, പാസ്റ്റർ ഒക്കെ പ്രാർത്ഥിക്കുന്ന കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം.
എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഇതെങ്ങനെയാ ഇത്ര സ്പീഡായിട്ടൊക്കെ പ്രാർത്ഥിക്കുകയും വാക്കുകളൊക്കെ വരുന്നത്? ഇത് പഠിക്കാൻ വല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് തരികയാണെങ്കിൽ ഞാനും അതൊന്ന് പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി അതൊന്നുമില്ല ആന്റി, അത് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ദൈവശക്തിയൊക്കെ വ്യാപരിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആത്മസാന്നിധ്യം വരുമ്പോൾ നമ്മുടെ വാക്കുകൾ ഓട്ടോമാറ്റിക് വന്നുകൊണ്ടേ ഇരിക്കും. അവിടെ ഭയങ്കര സന്തോഷം. നമ്മുടെ ഞാനിപ്പോ ശുശ്രൂഷ എന്താണ്, ഞാനിങ്ങനെ എൻജോയ് ചെയ്യും ഇപ്പോഴത്തെ ശുശ്രൂഷ. ഇവിടെ സാക്ഷ്യത്തിന് ഓരോരുത്തർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ നമ്മൾ പിള്ളേരെ പറയുന്ന പോലെ അവർ യേശോപ്പ അങ്ങനെയൊക്കെ എന്നെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ശക്തമായിട്ട് ചിലപ്പോൾ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് അവർ ചിലപ്പോൾ ആരും എഴുന്നേറ്റ് പറയും, പാസ്റ്ററെ അതുപോലെ എന്റെ ജീവിതം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ശക്തമായി പ്രസംഗിക്കുമ്പോൾ അതേപോലെ അവ പുള്ളിക്കാരി എഴുന്നേറ്റ് ആ കാര്യങ്ങളൊക്കെ പറയുന്നു. ഒരു വ്യത്യസ്തമായ ഒരു തലം ആ ശുശ്രൂഷ. നമ്മൾ വിചാരിക്കുന്ന ഒരു പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, സംഗീതം ഒന്നും അല്ലെന്നേ. അതിനപ്പുറത്ത് ഭയങ്കരമായ ഒരു തലങ്ങളിലേക്ക് ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ആഗ്രഹമില്ലേ? ദൈവം നിങ്ങളെ കുറിച്ച് ഒത്തിരി നാളുകളായിട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? മുമ്പോട്ട് പോകണം, കർത്താവിന്റെ വൻകാര്യങ്ങളെ ചെയ്യണം എന്നൊക്കെ ഹൃദയത്തിന്റെ അകത്ത് ഭയങ്കരമായ ചിന്തകളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നില്ലേ? എങ്കിലും ഭയങ്കരമായ ഒരു അസ്വസ്ഥതയില്ലേ? ആഗ്രഹിച്ചതുപോലെ ചെയ്യാൻ കഴിയുന്നില്ല. മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹം, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയാതെ ഞാൻ പലപ്പോഴും ഒതുങ്ങുന്ന ഒരു ചിന്ത മനോഭാവത്തിലൂടെയാണോ? എന്നാൽ ഇന്ന് രാത്രി ഈ പ്രഭാത ദൈവത്തിന്റെ ആത്മാവ് പറയുക, ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് ചില തലങ്ങളിലൂടെ, ആരും കയറിയിട്ടില്ലാത്ത, ആർക്കും പോകാൻ കഴിയാത്ത തലങ്ങളിലൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ഒറ്റയ്ക്കിരുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ദൈവം എത്രയോ ഞങ്ങളെ മാനിക്കുന്നറിയുമോ? ഓരോ ആഴ്ചകളും പുതിയ പുതിയ ആത്മാക്കൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുക. അവരെ ബലപ്പെടുത്തുക. ഒത്തിരി മുറിവേറ്റതിനെയൊക്കെ അത് കിട്ടും. എന്നാലും ഇവിടെ വരുന്നതുകൊണ്ടും ഞങ്ങൾ UAE-യിലാണ്, ഗൾഫിലാണ്. അപ്പൊ ഗൾഫിൽ കടന്നു വരുന്ന നല്ല ചർച്ചയുള്ളവരൊക്കെ നല്ല പൈസയുള്ളവരും നേഴ്സുമാരും ജോലിക്കാരും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ, എല്ലാം ഇവിടെയും ഉണ്ട്. ബലഹീനരായവർ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, ഒത്തിരി ഒത്തിരി ചെറിയ തുച്ഛമായ സാലറിക്ക് ജോലി ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ അവരുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ ലഭിക്കുന്ന ഒരു സന്തോഷം, പ്രത്യേക ആനന്ദമാ. കർത്താവ് നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ? മുറിവേറ്റതിന്റെ മുറിവുകളെ കെട്ടുക, ബലഹീനമായതിനെ തോളിലേറ്റുക. നമ്മൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മൾ അവരിൽ ഒരുവനായി നിൽക്കണം. അവർക്ക് അവരുടെ വിഷയങ്ങളും ഭാരങ്ങളൊക്കെ പറയാനും എടുക്കാനും ഒക്കെ നമ്മൾ വേണം. ഈ ദിവസങ്ങളിൽ ഞാൻ അവരിലൂടെ അവരുടെ തലമുറകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പം ഞാൻ അവരുടെ തലമുറകളെ വിളിക്കും, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ അവരിലൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക. ഏത് ദിവസങ്ങളിൽ ആ തലമുറകളെല്ലാം നാട്ടിലൊക്കെ ആയിരിക്കുന്നവരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറയാനൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ദൈവം ഏൽപ്പിച്ച വലിയൊരു ശുശ്രൂഷ നിങ്ങളിലൂടെയൊക്കെ. നിങ്ങളെല്ലാം ഒതുങ്ങിയിരിക്കാനല്ല ദൈവം വിളിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നിങ്ങളെയൊക്കെ ദൈവം വിളിച്ചതിന്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയാ? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശങ്ങളിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക, ഘോഷിക്കുക, ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞ ചിന്തയാ, നമ്മുടെ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമേറിയൊരു തെരഞ്ഞെടുപ്പാ. ഈ ലോകത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം തന്നെ വലിയതാ. ഈ ദിവസങ്ങൾ നിങ്ങൾ 45 പേര് പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾപ്പാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ദൈവം വിളിച്ച വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമേറിയ തെരഞ്ഞെടുപ്പ്. ഞാൻ പറഞ്ഞെന്നറിയത്തില്ല, പലപ്പോഴും നമുക്കറിയാം, കുശവൻ മൺപാത്രം നിർമ്മിക്കുമ്പോൾ, കുശവന് വേണമെങ്കിൽ നമ്മുടെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുറ്റത്ത് ഒരു മണ്ണെടുത്ത്, കുറച്ച് മണ്ണെടുത്തിട്ട് കുഴച്ചിട്ട് ഒരു കളിമൺ പാത്രം നിർമ്മിച്ച്, ഈ പാത്രം നിർമ്മിച്ച ചിലപ്പോൾ മനോഹരമായ പാത്രമായി എന്നൊക്കെ വരാം. പക്ഷേ അത് നിങ്ങൾ വെള്ളമൊഴിക്കുമ്പോൾ ചോർച്ചകൾ സംഭവിക്കും, വിള്ളലുകൾ സംഭവിക്കും. യഥാർത്ഥമായ ഒരു പാത്രമായി മാറത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഈ മൺപാത്രത്തിന് വേണ്ടുന്ന കളിമണ്ണ്, ഈ മണ്ണ് പ്രത്യേക തരമായൊരു മണ്ണാ. ഈ ഈ കളിമണ്ണിനെ ഭൂമിയുടെ പരപ്പിൽ എവിടെയൊക്കെയോ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കുശവൻ എന്ത് ചെയ്യും? തന്റെ മഴ കൊണ്ട് സമയമാകുമ്പോൾ ചെന്ന് ആ കളിമണ്ണിനെ അങ്ങ് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് മനോഹരമായ മൺപാത്രം ഉണ്ടാക്കും. ആ മൺപാത്രത്തിൽ നമ്മൾ വെള്ളമൊഴിച്ച നിക്ഷേപത്തെ സൂക്ഷിക്കുമ്പോൾ ഒരിക്കലും അത് ചോർന്നു പോകത്തില്ല. എന്ന് പറയുന്നത് പോലെ ഈ ഭൂമിയുടെ പരപ്പിൽ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം ഓരോ മൺപാത്രങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട മൺപാത്രങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ സമയമാകുമ്പോൾ, ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോരുത്തരെയും എഴുന്നേൽക്കും. ഓരോ സാഹചര്യത്തിലൂടെ, ഓരോ കാലഘട്ടത്തിലും തനിക്ക് വേണ്ടുന്ന ശുശ്രൂഷകന്മാരെ, തനിക്ക് വേണ്ടുന്നവരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ കാലഘട്ടത്തിൽ
നിങ്ങളെയൊക്കെ ദൈവം ആ മൺപാത്രമായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുക. പല സ്ഥലങ്ങളായിരുന്ന വിശ്വാസ ദൈവം എന്തെന്നറിയാതെ ലോകത്തിന്റെ പല വഴികളിൽ നടന്ന നിങ്ങളെയും എന്നെയെല്ലാം കർത്താവ് ഈ കാലഘട്ടത്തിന്റെ മൺപാത്രങ്ങളായി ദൈവം എടുത്തിരിക്കുകയാ. എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര ഇത് വരേണ്ടതിന് ഇത് മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നു. ഈ രാത്രി പ്രഭാതത്തിൽ നിങ്ങൾ തിരിച്ചറിയണോ, നിങ്ങളെ വിളിച്ച വിളിയുടെ ആഴം, നിങ്ങളുടെ അകത്ത് പകർന്ന ആത്മശക്തിയുടെ ആ മൺപാത്രത്തിൽ പകർന്ന നിക്ഷേപത്തിന്റെ മഹത്വം തിരിച്ചറിയണോ. അനേകർക്ക് ലഭിക്കാത്ത, അനേകർക്ക് പ്രയോജനപ്പെടാൻ കഴിയാത്ത, അനേകർ ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്തൊരു നിക്ഷേപത്തെ നിങ്ങളുടെ മൺപാത്രത്തിന്റെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. ദൈവം പകർന്നിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ആ നിക്ഷേപത്തിന്റെ മഹത്വം തിരിച്ചറിയും. മറ്റാർക്കും കൊടുക്കാത്ത ഒരാത്മാവിന്റെ നിറവിനെ, ഒരു അഭിഷേകത്തിന്റെ ശക്തിയെ, ഒരു തേജസ്സിനെ നിങ്ങളുടെ മൺപാത്രത്തിൽ ഈ നിക്ഷേപം ദൈവം എന്റെയും നിന്റെയും മൺപാത്രത്തിൽ പകർന്നത് ഓർക്കുമ്പോൾ എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിവരത്തില്ല. തേടി വന്നു ദോഷിയാകുന്ന എന്നെ ആർക്കും വേണ്ടാതെ വെളിപ്പറമ്പിൽ കരിപിടിച്ച് കരമുരണ്ട് പ്രയോജനമില്ലാതെ കിടന്ന എന്നെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു കൊണ്ടുവന്ന് ഈ നിക്ഷേപത്തെ പകർന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കാം. നിക്ഷേപം അകത്തുള്ളവൻ അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. അകത്ത് നിക്ഷേപമുള്ള മിണ്ടാതിരിക്കത്തില്ല. അവൻ പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടോ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുമോ. ഇന്ന് ഈ പ്രഭാതത്തിലോ ആ നിക്ഷേപം അകത്തുള്ളവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അപ്പൊ ദൈവം നമ്മുടെ അകത്തൊക്കെ നിക്ഷേപത്തെ പകർന്നിട്ടുണ്ട്. എത്രയൊരു സന്തോഷമുണ്ട്. എന്റെ അകത്തൊരു നിക്ഷേപമുണ്ട്. ആർക്കും ആർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രത്യേകമാകുന്ന നിക്ഷേപത്തെയാ, സ്വർഗീയ നിക്ഷേപത്തെയാ എന്റെ ദൈവം ഈ മൺപാത്രത്തിന്റെ അകത്ത് പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്ത് പകർന്ന നിക്ഷേപത്തെ നമ്മൾ സൂക്ഷിക്കുക. ഒരു ശത്രു ആ നിക്ഷേപത്തെ കെടുത്തിക്കളയാതെ അതിനെ പരിപാലിപ്പണ്ടൊക്കെ ഇവിടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വലിയ പ്രസംഗമൊന്നും അല്ല, എങ്കിലും എന്റെ ഹൃദയത്തിൽ വന്ന ചില ചിന്തകൾ ഇന്നലെ രാത്രിയിൽ ദൈവസന്നിധി ഇരുന്നപ്പോഴൊക്കെ നിങ്ങൾ എന്താണ് പ്രസംഗിക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഈ വാക്യം, ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഞാൻ ഇരുന്നപ്പോൾ ഈ വാക്യം, ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ദിവസങ്ങൾ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാ 60-ാം സങ്കീർത്തനത്തിന്റെ യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരമാം: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. എഴുന്നേറ്റ് പ്രകാശിക്കുക, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ദൈവത്തിന് കൈമാറുവാനുള്ള സന്ദേശം അതാ: എഴുന്നേൽക്കുക, പ്രകാശിക്കുക. ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. നിങ്ങളുടെ മേൽ കർത്താവിന്റെ തേജസ് വെളിപ്പെടുന്നു. ആ തേജസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് എഴുന്നേൽക്കുക, പ്രകാശിക്കുക. നമുക്കറിയാം, പ്രകാശിക്കണമെങ്കിൽ എഴുന്നേറ്റെങ്കിൽ മാത്രമേ പ്രകാശിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിനോട് എഴുന്നേറ്റാൽ മാത്രം, ഏത് സാഹചര്യത്തിലാണെങ്കിലോ നമ്മൾ ഇരിക്കുന്ന ആ ഇരിപ്പിൽ അങ്ങനെ ഇരുന്നാൽ ഒരിക്കലും നമുക്ക് പ്രകാശിപ്പാൻ സാധ്യമാകത്തില്ല. പ്രകാശിക്കണമെങ്കിൽ എഴുന്നേറ്റേ പറ്റൂ. ഈ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ, പലപ്പോഴും നമുക്ക് എഴുന്നേൽപ്പാൻ കഴിയാത്ത നിലവാരത്തിൽ ജീവിതത്തിൽ നിരവധി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്ന് ഒത്തിരി സാമ്പത്തിക പ്രയാസങ്ങൾ, തലമുറകളെ കുറിച്ചുള്ള പ്രതിസന്ധികൾ, അങ്ങനെ നിരവധി കടഭാരങ്ങളും പ്രതികൂലങ്ങളും, ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, രോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു, കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, തലമുറകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് നമുക്ക് പ്രകാശിക്കാൻ കഴിയുന്നില്ല, നമുക്കൊന്ന് എഴുന്നേൽപ്പാൻ കഴിയുന്നില്ല. കാരണം നിവർന്ന് നിൽക്കണ്ടേ. എഴുന്നേറ്റ് മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഈ നിരവധി ഭാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വലിയ നമ്മുടെ തോളിൽ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരം തോളിൽ കിടക്കുമ്പോൾ നമുക്ക് പ്രകാശിക്കാൻ കഴിയാതെ, നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ നിരവധി പ്രതിസന്ധിയിലൂടെയാ ഇന്ന് നമ്മളെല്ലാം പലപ്പോഴും മനുഷ്യൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്താ, അവർക്കൊന്നും കർത്താവിന് പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല.
ദൈവം ആഗ്രഹിക്കുന്ന ആളെ ശോഭിക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ വിഷയത്തിന് തന്നെ പരിഹാരം വരുത്താൻ കഴിയുന്നില്ല. ഇതിനെയൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് വേണ്ട നമുക്ക് മറ്റു വിഷയങ്ങൾക്ക് കർത്താവിൽ നിന്ന് പ്രയോജനപ്പെടാൻ, അനേകരെ നേടാൻ, അനേകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിലൊക്കെ ഒന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു സന്തോഷവും ഒരു പ്രത്യാശയും ഒരു എനർജിയൊക്കെ വെളിപ്പെടുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും മനുഷ്യർ ചെയ്യാൻ കഴിയാതെ വണ്ണം ജീവിതത്തിൽ നിരവധി പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന നാം എല്ലാം പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുക. നമുക്ക് 38 വർഷം ബെത്സയിദയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. അവൻ എഴുന്നേൽപ്പാൻ ആഗ്രഹമുണ്ട്, പ്രയോജനപ്പെടാനും ഒന്ന് ഓടി നടക്കാനും സന്തോഷത്തോടെ തുള്ളിച്ചാടാനൊക്കെ ആഗ്രഹം. പക്ഷെ എന്താ, സാധിക്കുന്നില്ല. അവൻ 38 വർഷമായി ആ കിടപ്പ് എങ്ങനെയാണോ അതുപോലെ ഇന്നും കിടക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ നാം എല്ലാം ആ ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന ആ മനുഷ്യനെ പോലെ നമ്മുടെ ജീവിതത്തിലോ നമുക്ക് ആഗ്രഹമുണ്ട്, പ്രയോജനപ്പെടണമെന്നും എഴുന്നേൽക്കണമെന്നും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം. പക്ഷെ എഴുന്നേൽപ്പാൻ കഴിയാതെ നിങ്ങളെ തളർത്തി കിടക്കുന്ന, നിങ്ങളെ തളർത്തിയിടുന്ന, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങൾ, അന്ധകാരത്തിന്റെ ശക്തി പലപ്പോഴും നിങ്ങളുടെ ഉണർവിനെ, നിങ്ങളുടെ ശുശ്രൂഷയെ മുമ്പോട്ട് വിടാതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന അളവിൽ പ്രയോജനപ്പെടുത്താതെ നിങ്ങളെ ഒതുക്കുവാൻ ശ്രദ്ധിക്കുന്ന ചില രോഗബന്ധനങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിച്ചിട്ട് നിങ്ങൾക്ക് എഴുന്നേൽപ്പാൻ കഴിയുന്നില്ല. 38 വർഷമായി ആ മനുഷ്യൻ കിടക്കുന്നത് പോലെ നമ്മളും പലപ്പോഴും കിടക്കുന്നു. അതുകൊണ്ട് എഴുന്നേൽപ്പാൻ കഴിയുന്നില്ല. ഇത് പകൽ ആരെങ്കിലും ആ അനുഭവത്തിനായിരിക്കുന്നു, അനേകം വർഷങ്ങളായി എഴുന്നേൽക്കണമെന്നും പ്രയോജനപ്പെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്, പക്ഷെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ച് കുളത്തിൽ ഇറക്കുവാൻ, എനിക്കൊരു കൈത്താങ്ങ് തരുവാൻ ആരുമില്ല എന്ന ചിന്ത, എന്ന മനോഭാവത്തോടെ ഇന്ന് രാത്രി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, എഴുന്നേൽക്കുക. നിങ്ങളുടെ വലങ്കരത്തെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പ്രതികൂലമുണ്ട്, പ്രതിസന്ധിയുണ്ട്. വർഷങ്ങളായി നിങ്ങൾ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടു നിങ്ങൾക്ക് കരകയറുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ രാത്രി ഈ പ്രഭാതേശു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിനക്ക് പ്രകാശിക്കാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രഭാതം നിങ്ങളുടെ കരത്തെ ഞാൻ പിടിച്ച് നിങ്ങളെ എഴുന്നേൽപ്പിക്കോ. നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ ആഗ്രഹത്തോടെ, ഒരു കൊതിയോടെ നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ എന്റെ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്നേ. 12 വർഷം രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീ, അനേക വൈദ്യന്മാരെ കണ്ടിട്ട് ആശ്വാസം ലഭിക്കാത്ത സ്ത്രീയാ. അവളുടെ സമ്പത്ത് മുഴുവൻ അവൾ തീർത്തു. എന്തിനു വേണ്ടിയാ? ഈ രക്തസ്രാവം ഒന്ന് മാറാൻ വേണ്ടി. ഞാൻ ഓർക്കുന്നു, ഈ രക്തസ്രാവം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അതിന്റെ ഭയാനകത എനിക്കറിയാം. ഞങ്ങൾ ഷാർജയിലായിരിക്കുമ്പോൾ, ഞാനും എൻ്റെ വൈഫും വിവാഹം കഴിഞ്ഞ് അവളെ കൊണ്ടുവന്നു. മക്കളൊന്നും ആയില്ല. ആ സമയത്ത് ഞങ്ങളവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഷെയറിങ്ങിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഷെയറിംഗ് താമസിക്കുമ്പോൾ ഒരച്ഛനും ആന്റിയും അവിടെ താമസിക്കുന്നവർക്ക് മക്കളില്ല, അവർ രണ്ടുപേരും ഉള്ളു. അപ്പൊ അവരുടെ കൂടെ ഞങ്ങളും ഒരു റൂമിൽ ഞങ്ങൾ ഷെയറിംഗ് താമസിച്ചു. ഒരു ദിവസം രാവിലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ നൈറ്റ് കഴിഞ്ഞ് 3:30 വരെ ഡ്യൂട്ടി വെളുപ്പിനെ. അപ്പൊ നൈറ്റ് കഴിഞ്ഞ് ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും റൂമിൽ വന്നു. കുളിയെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു 5:30 ആയി. അപ്പോഴത്തേനും ആ വീട്ടിൽ അച്ചായൻ എന്ത് ചെയ്തു? അച്ചായൻ ഡേ ഡ്യൂട്ടിക്ക് വേണ്ടി രാവിലെ 5:45 ബസ്സിന് പോകേണ്ട അച്ചായൻ ബസ്സിന് പോയി. ഞാൻ അവിടെ വന്നു, എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവളാണ്, അവൾക്ക് നൈറ്റാണ്, അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നില്ല. അവൾ ഒരു 7:30 ആകുമ്പോഴേ വരത്തുള്ളൂ രാവിലെ. അപ്പൊ ഞാനിങ്ങനെ കിടന്നൊന്ന് ഒന്നും കണ്ണടച്ചപ്പോഴും എൻ്റെ ഡോറെ വന്ന് ഭയങ്കരമായിട്ടൊരു തട്ട്. അപ്പുറത്തെ ആന്റി വന്ന് ഒരൊറ്റ അടിയത് ഡോറിൽ. ഞാൻ പെട്ടെന്ന് ഷോക്കായി, ചാടി അങ്ങ് എഴുന്നേറ്റു. അപ്പത്തേനും ഡോറിൽ അടിച്ചിട്ട് ആന്റി റൂമിലോട്ട് പോയി. ഞാൻ ഡോർ തുറന്ന് ഞാൻ ചെന്നു. അപ്പൊ ആന്റിയുടെ റൂമിൽ ചെന്നപ്പോണ്ടല്ലോ, ആ താഴെ മുഴുവൻ ബ്ലഡാ. ബ്ലഡ് കട്ട പിടിച്ചിരിക്കെ. അന്ന് അവിടെയുള്ള ഡ്രസ്സും അനേക ടിഷ്യൂ പേപ്പറും ആ റൂം മുഴുവനും ബ്ലഡ് കൊണ്ട് അങ്ങ് ഞാനങ്ങ് ഷോക്കായി പോയി. ആദ്യമായിട്ടാ ഇങ്ങനെയുള്ള സംഭവങ്ങളെ കാണണേ. ആ ബ്ലഡ് കൊണ്ട് അങ്ങ് നിറഞ്ഞ്, ബ്ലഡ് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുക, രക്തം ഒഴുകിയിട്ട്. എനിക്ക് ഒന്നും ചെയ്യാൻ, ആന്റി പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ ശ്രമിച്ചൊന്ന് നിൽക്കാൻ, പക്ഷേ എന്നെ കൊണ്ട് കഴിയുന്നില്ലടാ. എനിക്ക് ഞാൻ ചെറിയ പ്രായം, എനിക്ക് 27 വയസ്സ്. ഞാൻ ആദ്യമായിട്ട് അതൊക്കെ കാണുന്നത്. എന്താ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പെട്ടെന്ന് താഴെ പോയി, പെട്ടെന്ന് ടാക്സി വിളിച്ച് താഴെ കൊണ്ടുപോയി ഓടി മോളി വന്നിട്ട് ഈ ആന്റിയെ പിടിച്ച്, ആന്റി ആണെങ്കിലോ ആന്റി ഡ്രസ്സൊക്കെ മുഴുവനും ബ്ലഡ്. എങ്കിലും ആന്റി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ കവറുകളൊക്കെ, അകത്തിന്റെ കവറുകളൊക്കെ എടുത്ത്, ഒരു തുണിയൊക്കെ എടുത്ത് ടാക്സിയെ കൊണ്ട് വെച്ചിട്ട് അതേ കൊണ്ട് ഇരുത്തി ആന്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് കാരണം
അത് ഭയാനക നിറഞ്ഞൊരു അനുഭവമാണ്. മനുഷ്യന്റെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ കഴിയാതെ ഒത്തിരി ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനുഭവമാണ് ജീവിതത്തിൽ പലപ്പോഴും. അപ്പോൾ ഈ രക്തസ്രാവം ബാധിച്ച സ്ത്രീയും ഇതുപോലെ ആയിരിക്കും. അത്രയൊന്നും ഇല്ലെങ്കിലും അത് വല്ലപ്പോഴും ഇത് വല്ലപ്പോഴും സംഭവിക്കുന്നെങ്കിലോ പലപ്പോഴും മനുഷ്യന്റെ മുമ്പിൽ ഇറങ്ങി നടക്കുവാൻ, ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെ അനേകം വൈദ്യന്മാരെ അവർ പറയും ഹൃദയ പരവശയായി തീർന്ന ഒരു സ്ത്രീ. എങ്ങനെയാ പറയുന്നത്? ഹൃദയ പരവശയായി തീർന്നു. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് എഴുന്നേൽക്കാൻ കഴിയാതെ, പ്രയോജനപ്പെടാൻ കഴിയാതെ, ജീവിതത്തിലെ സ്വാതന്ത്ര്യമോ സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാ. എന്നാൽ അവക്ക് മനസ്സിലായി, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പോകത്തേയുള്ളൂ. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ എനിക്ക് പ്രകാശിക്കാൻ കഴിയുകയില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ ഇങ്ങനെ ഇരുന്നു പോകും ജീവിതകാലം മുഴുവനോ. എന്നാൽ അവൾ അവിടെ എഴുന്നേറ്റു. അവൾ ഒരു തീരുമാനമെടുക്കുകയാ, എനിക്ക് ഒറ്റയ്ക്ക് സൗഖ്യമാകാൻ കഴിയില്ല, പക്ഷേ ഞാൻ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ ചെല്ലും. എനിക്ക് എഴുന്നേൽക്കണം, എനിക്ക് ഇരുന്നാ പോരാ, എഴുന്നേൽക്കണം. അവൾ ഒറ്റയ്ക്ക് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാ. യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ യേശു അവളെ തൊട്ട്, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു, അവളിലേക്ക് ദൈവ സൗഖ്യം വെളിപ്പെട്ടെങ്കിൽ ഈ പ്രഭാതത്തിലോ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സ്വയമായി നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ കഴിയാതെ നിരവധി പ്രതിസന്ധിയുടെ നടുവില നിങ്ങളായിരിക്കുന്നെങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഒരകത്തൊരു ചിന്ത വെളിപ്പെടണോ, എന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. എന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന മഹാദൈവത്തിന്റെ കരത്തെ പിടിക്കണം. ഞാൻ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലും എന്ന ആഗ്രഹത്തോട്, കൊതിയോടെ നിങ്ങൾ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എന്റെ ദൈവം നിങ്ങളെ തൊട്ട് എഴുന്നേൽപ്പിക്കുമെന്ന്, ദൈവം നിങ്ങളെ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെടും. എഴുന്നേൽക്കണം, പ്രകാശിക്കണം. നമുക്കറിയാം രണ്ടു കൂട്ടം മനുഷ്യരുണ്ട്. ഒന്ന്, യേശുവിന്റെ അടുക്കലേക്ക് ചെന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. വേദപുസ്തകം നമ്മൾ ഉടനീളം പഠിക്കുമ്പോൾ. രണ്ട്, യേശു അടുക്കൽ വന്നവരുമുണ്ട്. രണ്ടു തരം മനുഷ്യരാ. ഒന്ന്, യേശുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നവരുണ്ട്. അവരൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാ? സൗഖ്യത്തിന് വേണ്ടിയാ. തീർച്ചയായിട്ടും അതിനു വേണ്ടിയായിരിക്കത്തില്ലേ? വേദപുസ്തകം ഉടനീളം നമ്മൾ പഠിക്കുന്നതിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ അനേകര് വന്നു യേശുവിന്റെ കുഷ്ഠരോഗികൾ കടന്നു വന്നു. ഇതിനു വേണ്ടിയാ? സൗഖ്യം. കർത്താവേ, നീ എന്നെ തൊട്ട് എന്നോട് മനസ്സറിയണമേ, എന്നെ സൗഖ്യമാക്കണമേ. കുഷ്ഠരോഗികളും മുടന്തന്മാരും ചെകിടന്മാരും ഈ രക്തസ്രവക്കാരത്തിയായ സ്ത്രീയും അതുപോലെ യായിറോസിന്റെ മകളെ ദൈവം ഉയർപ്പിക്കുക, അങ്ങനെ നിരവധി അനേകർ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ഇവരൊക്കെ കടന്നു വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താ? ഒരു സൗഖ്യം. ജീവിതത്തിൽ അനേക നാളുകളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ബന്ധനത്തിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ പ്രതീക്ഷകളോടെ, ആഗ്രഹത്തോടെ അനേകർ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരാറുണ്ട്. യേശു അവരെയൊക്കെ വിടാറുണ്ടോ? വിടത്തില്ലെന്ന്. യേശു അവരെയൊക്കെ തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. എല്ലാവരെയും തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. മറ്റൊരു കൂട്ടനുണ്ട്. എങ്ങനെയാ? യേശു ചിലരുടെ അടുക്കലേക്ക് ചെല്ലും. യേശു ചിലരെ തേടി യേശു അടുക്കൽ ചെന്ന് യേശുവിനെ വിളിക്കുന്നുണ്ട്. രണ്ടു കൂട്ടരാ. ഒന്ന്, യേശുവിനെ തേടി പോകുന്നവർ. രണ്ട്, യേശു അടുക്കൽ വരുന്നൊരു കൂട്ടർ. ഇതിനകത്ത് നമ്മളല്ലേ ഏത് കൂട്ടത്തിലാ? നമ്മളൊക്കെ ഓൾമോസ്റ്റ് ഏകദേശം പലപ്പോഴും പലരും ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നതാ. നമ്മുടെ വിടുതലിന് വേണ്ടി നിരവധി പ്രതിസന്ധികളിലേക്ക്. ഞങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ എനിക്കറിയാം, ഇവരെല്ലാം കടന്നു വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം അവരുടെ വിഷയത്തിന് പരിഹാരം വേണം. ആ പരിഹാരത്തിലൂടെ അവർ യേശുവിനെ അറിയുകയും യേശുവിൽ വിശ്വസിക്കുകയും കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാ അവരെല്ലാവരും. അനേകർ അങ്ങനെയാ പോകുന്നത്. നമ്മളറിയാം, നമുക്ക് നമ്മളിപ്പം യേശു അടുക്കലേക്ക് വരികയും യേശു വിളിക്കുകയും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളിവിടെയൊക്കെ പലരും അനേക പൈതങ്ങളൊക്കെ ഇപ്പൊ നേഴ്സിംഗ് പഠിച്ചവരാണെങ്കിലൊക്കെ അനേകർ ഇവിടെ ജോലി അന്വേഷിച്ച് വരാറുണ്ട്. പല കമ്പനികളിലും കയറി ചെല്ലാറുണ്ട്. കയറി ചെന്ന് അവർ ജോലി അന്വേഷിച്ച്, ജോലി ഉണ്ടോ, വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ഓരോ കമ്പനികളിലൊക്കെ കയറിപ്പോകും. പക്ഷെ ചിലരുണ്ട്, ചിലരെയൊക്കെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് അവർ കയറി. ഈ രണ്ട് വ്യത്യാസമാണ്. കയറി ചെല്ലുമ്പോൾ നമ്മള് ഓരോരുത്തർ സെക്യൂരിറ്റിക്കാരനെ കാണും. ഞങ്ങൾ ഇങ്ങനെ CV കൊടുത്തോട്ടെ, വന്നോട്ടെ, വേക്കൻസി ഉണ്ടോ ചോദിച്ച് ഒക്കെ അവരുടെ സെക്യൂരിറ്റിയൊക്കെ മുഖഭാവവും അവരുടെ ഗൗരവവും ഒക്കെ കണ്ട് നമ്മള് അവരുടെയൊക്കെ വണങ്ങി നിന്ന. പക്ഷേ ചിലരെയൊക്കെ CV കൊടുത്ത് ചിലരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നവരുണ്ട്. അവർക്ക് നിരാശയോ ലജ്ജയോ മടിയൊന്നുമില്ല. അവർ ധൈര്യത്തോടെ എനിക്ക് എന്നെ വിളിച്ചു, എന്നെ മെയിൽ ഐ ഡി തന്നു എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ അവർ കയറി വരുന്നത്. ഇതുപോലെയാ നമ്മളെ കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നവരുമുണ്ട്. സൗഖ്യത്തിന് വേണ്ടി യേശു വിളിച്ചവരുമുണ്ട്. യേശു അടുക്കൽ ചെന്നവരുണ്ട്. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ നമ്മൾ ഏത് കൂട്ടത്തിൽപ്പെട്ടവരാ? യേശു വിളിച്ചതാണോ നമ്മെ? യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ ഓടിച്ചെന്നതാണോ? രണ്ടും വ്യത്യാസമുണ്ട് പ്രിയ സഹോദരങ്ങളെ. യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ സൗഖ്യം തരാതെ ഇവിടത്തെ ഈ ലോകത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ ഓടി നോക്കി, ലോകമൊക്കെ ചിലപ്പോ ഒക്കെ സഹായിച്ചെന്ന് വരാം.
ചിലപ്പോൾ നമ്മളെ കണ്ടെന്ന് വരാം, ചിലപ്പോൾ കണ്ടില്ലെന്ന് വരാം. ഞങ്ങൾ CV ഒക്കെ പല സ്ഥലങ്ങളിലും കൊടുക്കും. കമ്പനിയിലൊക്കെ കിട്ടുമ്പോൾ ചിരിച്ചോണ്ടൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യും, അത് അപ്പുറത്തെ വേസ്റ്റ് ബോക്സിലോട്ടങ്ങ് ഇടും. ഓൾമോസ്റ്റ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം പറഞ്ഞ കാര്യമില്ല, ഒരു ദിവസം ഒരു 50 CV 100 CV കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും വേക്കൻസികൾ വരാറുള്ളൂ. ഒരു വേക്കൻസിക്ക് വേണ്ടി ഒന്നും 10 50 CV ഒക്കെ വന്നാൽ എന്ത് ചെയ്യാം, പറ്റത്തില്ല, വേസ്റ്റ് കൊണ്ടയിലോട്ടങ്ങ് ഇടുക, അല്ലാതെ നിവർത്തിയില്ല. ഇതുപോലെയാ പലപ്പോഴും ഈ ലോകത്തെ നമ്മൾ ആശ്രയിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. മനുഷ്യൻ നമ്മുടെ മുഖത്തേക്ക് നോക്കി ചിലപ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കും, സന്തോഷം. ഞങ്ങൾ ഒരു ചർച്ചിന്റെ ഹോളിന് വേണ്ടിയൊക്കെ ഞങ്ങൾ ഇവിടെ ചില മാസങ്ങൾക്ക് മുമ്പേ ഹോൾ അന്വേഷിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പം അവരുടെ സ്നേഹവും അവരുടെ സ്നേഹപ്രകടനവും കണ്ടപ്പോൾ ഭയങ്കര, ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച ഹോള് കിട്ടും. ചിരിച്ചുകൊണ്ട് കയറുമ്പോൾ ചിരിച്ചോണ്ട് വരുന്നു, ഇരിക്കുന്നു, കസാര വരുന്നു, ചായ വേണോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഭയങ്കര സ്നേഹം. നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്, ഇത്ര ആൾക്കാർ വരുന്നുണ്ട് എന്നൊക്കെ പറയും. ഭയങ്കര സന്തോഷവും ഭയങ്കര അവർക്ക് അതിശയമാ. അപ്പൊ ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച റൂം കിട്ടും. എവിടെ? അത് കാണുമ്പോൾ ചിരിയുള്ളൂ. കാണുമ്പോൾ ചിരി, പുറമെ കാണിക്കുന്ന പ്രസൻസേ ഉള്ളൂ. അകത്തേക്ക് ചെല്ലുമ്പോ പിന്നെ അവരുടെ പുറകെ ഞാൻ വിളിച്ചുകൊണ്ടൊക്കെ നടക്കുക. പക്ഷെ എനിക്കറിയാം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കും, എന്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുമെന്നുള്ള വിശ്വാസം എന്റെ അകത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഈ മനുഷ്യൻ എങ്ങനെയാ, നമ്മുടെ മുഖം ചിരിച്ചോ കാണിക്കുകയുള്ളൂ, ചിരി മാത്രമേ പലപ്പോഴും ഉള്ളൂ. പക്ഷെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക വളരെ വിരളമായ ആൾക്കാരേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രി എന്റെ യേശു അങ്ങനെയുള്ള ഒരു യേശു അല്ല. ഇന്ന് രാത്രി നീ ഏത് ഞെരുക്കത്തോടെ, ഏത് സങ്കടത്തോടെ, ഏത് ഭാരത്തോടെ എന്റെ അപ്പന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വന്നാൽ നിന്റെ കരം പിടിച്ച് നിന്നെ നടത്തുകയും നിന്നെ പോകേണ്ട വഴി കാണിച്ചു തരികയും നിന്റെ വലങ്കരം പിടിച്ച് നിന്നെ നടത്തുവാൻ കഴിവുള്ളവനാ. അവരാരെ വിട്ടുകളഞ്ഞിട്ടില്ല, ആരെ വിട്ടുകളയത്തില്ല. അവൻ നിന്നെ സൗഖ്യമാക്കുകയുള്ളൂ. യേശുവിന്റെ അടുക്കിലേക്ക് ആര് വന്നോ അവരെ കുറിച്ച് വേദപുസ്തകത്തിൽ പിന്നീടൊന്നും കാണുന്നില്ല. യേശു അവരെ തൊട്ട് സൗഖ്യമാക്കി, അവരൊക്കെ സൗഖ്യമായി പോയി. കാരണം യേശുവിന്റെ അടുക്കൽ വന്ന കർത്താവ്, അതാ നമ്മുടെ കർത്താവിനെ പ്രതി മനസ്സലിവുള്ള ദൈവമാ. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള ദൈവമാ. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഏതുമാകട്ടെ, കണ്ണുനീരോടെ അപ്പന്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ അടുത്തു വന്നാൽ നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് മാറുന്നവരല്ല. ഈ ലോകത്തിലെ മനുഷ്യൻ പലപ്പോഴും മാറും, എന്നാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഉടയവൻ മാറിപ്പോകത്തില്ല. നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുകയുമാ. നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ പ്രാർത്ഥന വ്യർത്ഥമായി പോകത്തില്ല. പലപ്പോഴും നിങ്ങൾ കണ്ണുനീരോടെ ദൈവസ്ഥ നിലവിളിക്കുന്ന അനേകം നിലവിളിയില്ലേ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയാറില്ലേ? കർത്താവേ, ഇന്ന് ഈ വിഷയത്തിന് ഒരു അറുതി വരും. അനേക നാളുകളായി ദൈവാത്മാവ് പറയുക, അനേക നാളുകളായി ചില വിഷയത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? രാത്രി യാമങ്ങൾ ഉറങ്ങാതെ കണ്ണുനീരോടെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ സൗഖ്യത്തിന് വേണ്ടി, പല വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലവിളിക്കുമ്പോൾ, എന്തുകൊണ്ട് സൗഖ്യമില്ലെന്ന ചിന്ത നിങ്ങളുടെ അകത്ത് ഭരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഉറപ്പോടെ പറയാ, നിന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. നിനക്ക് നിന്നെ വലങ്കരം പിടിക്കുന്നൊരു ദൈവമുണ്ട്. ആരും നിന്റെ വലങ്കരം പിടിച്ചില്ലെങ്കിൽ, നിന്നെ വഴികാട്ടിയില്ലെങ്കിലോ, നിന്റെ വലങ്കരം പിടിച്ച് നിന്നെ വഴികാട്ടി നിന്നെ നേർവഴിയിൽ നടത്തുന്ന, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ നീ കടന്നുപോയാലോ ആ താഴ്വരയിലും നിന്നെ കരം പിടിച്ച് നടത്തുന്ന യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. അവൻ നമ്മെ അനാഥരായി വിടുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ അനാഥനെന്ന് തള്ളി മാറ്റി നിർത്തിയാലും, പലപ്പോഴും ലോകം അങ്ങനെയാ, പലപ്പോഴും മാറ്റി നിർത്തും. ആരൊക്കെ തള്ളിയാലും, അനാഥൻ എന്ന് പറഞ്ഞ് മാറ്റിയാലും, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. നിന്റെ വലങ്കരത്തെ ഞാൻ പിടിച്ചിട്ടുണ്ട്, നിന്റെ വലങ്കരത്തെ പിടിച്ചിട്ടുണ്ട്. നീ ഒറ്റപ്പെട്ടു പോയോ, നീ തള്ളപ്പെട്ടു പോയോ, ആ ചിന്ത നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണോ? തള്ളിക്കളയുകയില്ല. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരമ്മ മറക്കുകയില്ല. ഇനി അടുത്ത പദം പറയുക, ഒരമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഒരമ്മ മറന്നു കളഞ്ഞാലോ ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ മറക്കുകയില്ല. ഇന്ന് രാത്രി പലപ്പോഴും ആ ചിന്ത നിങ്ങൾ പറയാറില്ലേ, എന്റെ ദൈവമേ നീ എന്നെ മറന്നു. ആരൊക്കെയോ പലപ്പോഴും ദൈവസ്ഥ നിലവിളിക്കാറുണ്ട്, എന്റെ ദൈവമേ നീ എന്നെ മറന്നു കളഞ്ഞോ, നീ എന്നെ മറന്നു കളഞ്ഞോ, നീ എന്നെ ഉപേക്ഷിച്ചോ എന്നൊരു ചിന്ത പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ
നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല. നീ മുറിവേറ്റവനാണെങ്കിൽ ഞാൻ നിന്റെ മുറിവിനെ കിട്ടുന്ന ദൈവമാ. നീ ബലഹീനമാണെങ്കിൽ ഞാൻ നിന്റെ തോളിലേറ്റ് നടക്കുന്ന ദൈവമാ. ഇന്നൊരു പ്രഭാതത്തിലോ ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായി ഇടപെടുകയാ. നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. നിന്റെ വിഷയത്തിന് പരിഹാരമില്ലാതിരിക്കത്തില്ല. ചില കാലതാമസങ്ങൾ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നീ നിരാശപ്പെടല്ലേ, നീ ചഞ്ചലപ്പെട്ടു പോകല്ലേ. ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ദൈവപ്രവൃത്തി നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ചില ദൈവപ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസം നിങ്ങളത് കാണൂ. നിങ്ങളുടെ വിശ്വാസ കണ്ണുകൊണ്ട് നോക്കിക്കോ. ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്യാൻ പോവുക. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് നിരൂപിക്കാൻ കഴിയാത്ത ചില ദൈവപ്രവൃത്തികൾ എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും ചില ദൈവത്തിന്റെ വിടുതലിന്റെ കരോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയക്കാൻ പോവുക. നാളുകളായി ചില രോഗത്താൽ ഭാരപ്പെട്ടിട്ട് ഹൃദയ പരമശയായി തീർന്ന് വേദനയോടെ ഞെരുക്കത്തോടെയാ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരം നിന്നെ തൊടുകയാ. ഒരദൃശ്യകരം വിട്ടുമാറാത്ത ചില രോഗബന്ധനങ്ങളെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ വഴിക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ രോഗസൗഖ്യമാകുമോ, എനിക്കൊരു വിടുതലുണ്ടോ, എനിക്ക് നിവർന്ന് നിൽക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചാകുലപ്പെട്ടിരിക്കുന്ന ചിലരുടെ ദൈവത്തിന്റെ ആത്മാവ് കൈമാറുകയാ. നീ എഴുന്നേൽക്കും, നീ എഴുന്നേൽക്കും, നീ പ്രകാശിക്കും. നിന്റെ പ്രകാശത്തെ കെടുത്തു നോക്കുന്ന ചില ശക്തികളെ നീ അതിജീവിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നീ ശക്തിയോട് എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാണെന്ന് വിശ്വസിക്കുന്നവളെ യാതരങ്ങൾ തുറന്നുകൊണ്ട് ഒരു നിമിഷം ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. നീ എഴുന്നേൽക്കാൻ പോകുകയാ. നാളുകൾ നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയാതെ, നിന്നെ പുറത്ത് കൊണ്ടുവരാൻ കഴിയാതെ, നിന്നെ ഒതുക്കി നിന്റെ ജീവിതത്തെ മുഴുവനെ തകർത്ത് കളയുമോ. നിന്റെ തലമുറകളെ എഴുന്നേൽപ്പിക്കാതെ, തലമുറകൾ ആഗ്രഹിച്ചിട്ടും പഠിച്ചിട്ടും മുന്നേറാൻ കഴിയാതെ, ആഗ്രഹിക്കത്തക്ക നിലവാരത്തിൽ ഒരു ജോലിക്ക് പ്രവേശിക്കാൻ കഴിയാതെ തപ്പി നടക്കുന്ന കൂരിരുട്ടിൽ തപ്പുന്ന ചില അനുഭവത്തിലായിരിക്കും ചില തലമുറകളുടെ മേൽ ഈ പ്രഭാതം ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാ. ദൈവം ചില ശൂന്യതകളെ മാറ്റിയിട്ട് ദൈവത്തിന്റെ തലമുറകൾക്ക് വേണ്ടി ചില പുതുവഴികൾ ഈ പ്രഭാതം ദൈവം തുടങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ തലമുറയെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം പൊട്ടി അവർ സ്വതന്ത്രമാകുകയാ. എഴുന്നേൽപ്പാൻ കഴിയാതെ വണ്ണോ നിങ്ങളുടെ ജീവിതത്തെ ഒതുക്കുന്ന ചില മേഖലകളെ ദൈവത്തിന്റെ ആത്മ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാ. എഴുന്നേൽക്കുക, പ്രകാശിക്കുക. അപ്പം ഒരു കൂട്ടരുണ്ട്, കർത്താവ് വിളിച്ചൊരു കൂട്ടരും കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നവരുണ്ട്. വേദപുസ്തകം നോക്കി അവരെ ഈ ദൈവം സൗഖ്യമാക്കിയവരെ കുറിച്ച് വേദപുസ്തകത്തിൽ പിന്നെ വേറെ എന്തെങ്കിലും കൊണ്ടൊന്നുമില്ല. അവർ സൗഖ്യമായി അവരവരുടെ പാട്ടിന് പോയി. അവരൊക്കെ വിശ്വാസം, ഒത്തിരി പേര് വിശ്വാസരായിരിക്കാം. അനേകർ സൗഖ്യത്തിന് വേണ്ടി സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോയവരുണ്ട്. അതിൽ അനേക വിശ്വാസം നിന്നവരുണ്ട്, നിൽക്കാത്തവരൊക്കെ ഉണ്ട്. അടുത്തൊരു കൂട്ടരുണ്ട്, ദൈവം തേടിപ്പോയവർ, തേടി വന്നവർ, ദൈവം വിളിച്ച ചിലരുണ്ട്. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ആ ദൈവം വിളിച്ചവർക്ക് എന്താ, അവരെന്തിനു വേണ്ടിയാ? എന്റെ ദൈവം വിളിച്ചവർ, ആ ദൈവം നമുക്കറിയാം. പത്രോസിനെ ദൈവം വിളിച്ചു. പത്രോസ് ദൈവത്തെ തേടിപ്പോയതല്ല, പത്രോസ് ദൈവം വിളിച്ചതാ. യേശു പടകിന്റെ അകത്തുനിന്ന്, പത്രോസേ നിന്റെ പടകിൽ ഞാനൊന്ന് കയറിക്കോട്ടെ അങ്ങോട്ട് ചോദിച്ച് ആ പടകിന്റെ അകത്ത് നിർബന്ധിച്ച് ആ മനസ്സോടെയാണെങ്കിലും പത്രോസ് യേശുവിനെ പടകിന്റെ അകത്ത് കയറ്റി ഒരു അത്ഭുതമൊക്കെ ചെയ്ത് വിടുതലൊക്കെ കണ്ട് കർത്താവ് അവനെ വിളിച്ചതാ. എനിക്ക് പൗലോസിന്റെ ജീവിതം നോക്കി. ദൈവജനത്തെ ഉപദ്രവിച്ചവൻ, ദൈവജനത്തെ പീഡിപ്പിച്ചവൻ, ദൈവജനത്തിന് വിരോധമായി നിന്നവൻ, ദൈവജനത്തെ കൊല്ലുവാൻ ഒരു മടിയില്ലാത്തവനായിരുന്നില്ലേ. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസ് ശൗലേ ശൗലേ എന്ന് ദൈവം അവനെ വിളിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വേദപുസ്തകത്തിൽ ദൈവം വിളിച്ചവരുടെ ചരിത്രം പുറകിലൊന്ന് എടുക്കുന്ന ഒന്ന് പരിശോധിച്ച് നോക്കി. അവർ എത്രയോ തീക്കകത്ത്
തീക്കകത്തൂടെ കടന്നുപോയി, എത്രയോ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, എത്രയോ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. ഈ പ്രതികൂലങ്ങളുടെ നടുവിലും അവർ ദൈവത്തെ മറന്നു കളഞ്ഞോ? ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി മാറിയില്ലേ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, എനിക്ക് മരിക്കുന്നത് ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് തീക്കകത്തൂടെ പോകാനും മടിയില്ലാതെ. കാരണം എന്താ? അവരെ ദൈവം വിളിച്ചതാ. ദൈവം വിളിച്ച വിളി, ദൈവം തേടിച്ചവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാ. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്നവർക്ക് പറയാൻ കഴിയുമോ? എന്നെ ദൈവം വിളിച്ചതാ. എനിക്ക് ഇന്ന് രാത്രി ഈ പ്രഭാതി പറയാൻ കഴിയും, ഞാൻ തേടിപ്പോയതല്ല, എനിക്ക് രോഗം വന്നിട്ടോ കടഭാരം കേറിയിട്ടോ അല്ല ഞാൻ ദൈവത്തെ കണ്ടത്. എന്റെ ദൈവം എന്നെ തേടി വന്നതാ. എന്റെ ദൈവം എന്നെ തേടി വന്നതാ. ആ ദൈവം തേടി വന്ന് വിളിച്ചവന്റെ അകത്ത് എന്ന് ഒരു തീ കത്തിക്കൊണ്ടേയിരിക്കോ. സുവിശേഷത്തിന്റെ തീ ആളി കത്തിക്കൊണ്ടേയിരിക്കോ. നശിച്ചു പോകുന്നവരെ കുറിച്ച് ഒരു ആത്മഭാരം അകത്ത് കയറി അവൻ എന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നുള്ള ചിന്ത അവന്റെ അകത്ത് ഭരിച്ചുകൊണ്ടേയിരിക്കും. അവൻ ഓടിക്കൊണ്ടേയിരിക്കും, പ്രയോജനപ്പെട്ടുകൊണ്ടേയിരിക്കും. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ഉപദ്രവമോ ആപത്തോ വാളോ ഉയരത്തിലുള്ളതിനോ താഴ്ചയിലുള്ളതിനോ ഇവയ്ക്കൊന്നും അവന്റെ ഹൃദയത്തിൽ പകർന്ന ദൈവസ്നേഹത്തെ തകർത്തുകളെ കഴിയാതെ വേണം. അവൻ ദൈവത്തിന് വേണ്ടി ആളി കത്തുന്ന ഒരു അനുഭവം. കാരണം അവനെ ദൈവം പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചതാ. ദൈവം പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചൊരു കൂട്ടരാ. ദൈവം പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാ വിളിച്ചേ. തേടിപ്പോയതല്ല, തേടി വന്നതാ. എന്തിനു വേണ്ടി? കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ, അനേകരെ ഉറപ്പിക്കുവാൻ. പൗലോസിന്റെ ജീവിതത്തിൽ എത്രയോ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയേ. അടിയേറ്റു, കല്ലേറ് കൊണ്ടു, സമുദ്രത്തിൽ നിൽക്കേണ്ടി വന്നു, അപമാനമേറ്റു, കോലുകൊണ്ടുള്ള അടി, ചാട്ടവാറ കൊണ്ടുള്ള അടി, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, എന്തെല്ലാം പ്രതിസന്ധിയാ. അതിന് നടുവിലും പൗലോസ് എന്താ പറയുന്നത്? എനിക്ക് ലാഭമായതിനെ ഛേദമെന്നുണ്ടെന്നോ. അടിയേൽക്കുന്നത് വിഷയമുള്ള കാര്യമല്ല, അപമാനമേൽക്കുന്ന വിഷയമുള്ള കാര്യമല്ല. കാരണം എന്നെ വിളിച്ചവന്റെ ഉദ്ദേശം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി എന്നെ വിളിച്ചത്. യോഹന്നാൻ തീക്കകത്തേക്ക് ഇടുമ്പോഴും പത്മോസിലേക്ക് വിടുമ്പോഴും നിരാശയില്ല, ഭയമില്ല. ഇന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അനേക ദൈവദാസന്മാർ തീക്കകത്തൂടെ യുപിയുടെയും നമ്മുടെ ഇന്ത്യയുടെ വടക്കേന്ത്യയിലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാ അവരവിടെ നിൽക്കുന്നതിന്റെ കാരണം? തീക്കകത്ത് നിൽക്കുമ്പോഴും കാലുകൾ വെന്തുകൊണ്ടിരിക്കുമ്പോഴോ പട്ടിണിയിലൂടെയും പരിവട്ടത്തിലൂടെയോ കൂരകൾ ചെറിയ ചോർന്നൊലിക്കുന്ന കൂരയ്ക്കകത്തും കിടന്നുകൊണ്ട് ഭയത്തോടെ ശുശ്രൂഷിക്കുന്നതിനെ കാരണം അവരുടെ അകത്തൊരു തീയുണ്ട്, ആളിക്കത്തുന്നൊരു തീയുണ്ട്. ആ തീ അകത്തുള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും അവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല, അവരെ തകർക്കാൻ കഴിയത്തില്ല. ഇനി തല പോകേണ്ടി വന്നാലോ ആളിക്കത്തെ കാരണം അവരെ വിളിച്ച വിളിയുടെ ഉദ്ദേശം വെളിയതാ. നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവനെ വിളിയാനുള്ള ആശ തിരിച്ചറിയുക. ഇന്ന് പകലോ നിന്നെ വിളിച്ച വിളിയുടെ ആഴോ, വിളിച്ച വിളി, ആ വിളിയാലുള്ള ആശ തികച്ചും വ്യത്യസ്തമാണെന്ന്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാ എന്റെ ദൈവം നമ്മെ വിളിച്ചത്. ഇന്ന് പകലത് ഉറപ്പോടെ അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളൊക്കെ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെയൊക്കെ വിളിച്ചത് ഉദ്ദേശം വേറെയാണെന്ന്. കേവലം ഒരു ഭൗതിക നന്മ ലഭിച്ച് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം വന്ന് അതിൽ സന്തോഷിച്ച് ഒതുങ്ങാനല്ല, അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ ദൈവം നിങ്ങളെ തേടി വന്നതാ. നിങ്ങളെ തേടി വന്ന ദോഷികളായിരുന്ന പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ച് നമ്മെ വിളിച്ച വിളി അത് വലിയതാണെന്ന്. വേദപുസ്തകം നോക്കിയാൽ യേശുവിന്റെ അടുക്കിലേക്ക് പോയവരുടെ ചരിത്രങ്ങൾ പിന്നെയില്ല. എന്നാൽ കർത്താവ് വിളിച്ചവരുടെ ചരിത്രങ്ങൾ കൊണ്ട് വേദപുസ്തകം നിറഞ്ഞിരിക്കുകയാ. അബ്രഹാമിന്റെ, ഈസഹാക്കിന്റെ, യാക്കോബിന്റെ, യോസഫിന്റെ, ഒരു മോശയുടെ, ഒരു നോഹയുടെ, ഒരു അബ്രഹാമിന്റെ ചരിത്രങ്ങൾ വേദപുസ്തകം, ഒരു ദാവീദിന്റെ, ഒരു ശൗലിന്റെ, ദൈവം വിളിച്ചവനെയൊക്കെ വേദപുസ്തകം ഇങ്ങനെ ഒരു ദൈവം വിളിച്ചവരെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാ. ഒരു ഏലിയാവിനെ ദൈവം വിളിച്ചു,
വിളിച്ചവരെ കൊണ്ട് വേദപുസ്തകം നിറഞ്ഞ് കവിയുകയാ. നമ്മുടെ പ്രസംഗത്തിലൊക്കെ ഏലിയാവിനെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ പ്രസംഗിക്കുക, 1 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏലിയാവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയാതെ പ്രസംഗിക്കാറുണ്ടോ? നമ്മൾ പ്രസംഗിക്കുമ്പോ അബ്രഹാമിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകുമോ? നമുക്ക് ഒരു പത്രോസിനെ കുറിച്ചോ ഒരു പൗലോസിനെ കുറിച്ചോ ഒരു വാക്ക് പോലും പറയാതെ നമ്മൾ പ്രസംഗം നിർത്തുമോ? ഇല്ലെന്ന്. പ്രസംഗത്തിൽ അവരൊക്കെ കയറി വരെ, കാരണം അവരെ ദൈവം വിളിച്ചതാ. ശുശ്രൂഷയ്ക്ക് വേണ്ടി, ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവരെ ദൈവം വിളിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിലും ദൈവാത്മ പറയുക, എന്റെ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാ. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. തന്റെ അത്ഭുത പ്രകാശങ്ങളിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാ. ആ വിളിയുടെ ആഴം അറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരു അബ്രഹാമിനെ ദൈവം വിളിച്ചു. ഒരു അബ്രഹാമിനെ ദൈവം തേടിപ്പോയി വിളിച്ചതാ. വിഗ്രഹത്തെ പണിത് വിഗ്രഹത്തോട് കൂടെ നടന്ന അബ്രഹാമിനെ, അബ്രഹാമേ, നീ പിതൃഭവനം വിട്ട്, സ്വന്തം ദേശം വിട്ട്, നിന്നെ ചാർച്ചക്കാരെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് പോ എന്ന് പറഞ്ഞ് ദൈവം സെപ്പറേറ്റായി അവന്റെ അടുക്കിലേക്ക് ചെന്ന് അവനെ വിളിച്ചു കൊണ്ടുവന്നു. നോക്കിയേ, അബ്രഹാമിനെ വിളിച്ചിറങ്ങിയപ്പോ അബ്രഹാമിന്റെ കൂടെ ലോത്തും ഇറങ്ങി. ലോത്ത് വിളി കേട്ടിറങ്ങിയൊന്നുമല്ല. അബ്രഹാം ഇറങ്ങിയപ്പോ ചേട്ടൻ പോകുമ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നന്മയൊക്കെ ലഭിച്ചെങ്കിലോ, ആ അബ്രഹാമിനെ വിളിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ, എന്നാ പിന്നെ അവന്റെ കൂടെയൊക്കെ പോയേക്കാം, കുറച്ച് നന്മയൊക്കെ പ്രാപിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ കേട്ടിട്ടാ ലോത്തിറങ്ങി തിരിച്ചേ. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെയാ, പലരും അങ്ങനെയാ. വിളിയൊന്നുമില്ല, വിളിയില്ലാതെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുക. വിളിയോ ദൈവിക വിളിയോ ദൈവത്തിന്റെ ഉദ്ദേശമോ ഒന്നുമില്ലാതെ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വാക്സാമർത്ഥ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇല്ല സഹോദരങ്ങളെ, അങ്ങനെ ഇറങ്ങുന്നവരൊക്കെ തീക്കകത്തൂടെ പോകാൻ കഴിയത്തില്ല. തീയുടെ ശോധനകൾ വരുമ്പോൾ അവർക്ക് ഇട്ടേച്ചൂടും നിലനിൽപ്പാൻ കഴിയുകയില്ല. വിളിച്ചവര് മാത്രമേ തീക്കകത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ. തീയുടെ പരിശോധനകൾ, തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകണമെങ്കിൽ ആ വിളി നിന്റെ തലമേലുള്ളവരെ നിൽക്കാൻ കഴിയുകയുള്ളൂ. അനേകരും ഇറങ്ങി തിരിച്ച് പിന്മാറിപ്പോയതിന്റെ കാരണം എന്താ? വിളിയില്ലാതെ എന്തോ ഭൗതിക നന്മയ്ക്കോ ചില പേരിനോ ചില പദവിക്കോ ചില പ്രശസ്തിക്കോ വേണ്ടി അനേകരും എന്തൊക്കെ കാട്ടിക്കൂടെ പേക്കൂത്തുകളിലൊന്നും അവർക്ക് നിൽക്കാൻ കഴിയുകയില്ല. അതൊക്കെ ഒരു മഴയത്ത് പൊന്തി വരുന്ന ഈയാമ്പാറ്റ പോലെയാ, ഒരു കൂട് പോലെയാ പൊന്തി വരും. ചില സമയങ്ങൾ ചൂടടിക്കുമ്പോ ഇതെല്ലാം തകർന്ന് തരിപ്പണമാകോ. ഇന്ന് പകൽ നിൽക്കണമെങ്കിൽ നിനക്ക് വിളിയുള്ളവനെ, വിളിയുടെ ആഴം തിരിച്ചറിഞ്ഞവരെ, ദൈവകരം കണ്ടവന് മാത്രമേ നിലനിൽക്കുവാൻ സാധ്യമാകത്തുള്ളൂ. ഈ ശുശ്രൂഷ വ്യത്യസ്തമാണെന്നേ. നമ്മൾ വിചാരിച്ച ശുശ്രൂഷയൊന്നുമല്ല. യഥാർത്ഥമായി വിളിയകത്തുള്ളവനെ നിൽക്കാൻ കഴിയുകയുള്ളൂ. വിളിയകത്തുള്ളവനെ, ഇന്ന് പകൽ വിളിയകത്തുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ദൈവം വിളിച്ചവരുടെ അകത്ത് എന്നും ഒരു ആത്മഭാരമായിരിക്കും. അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടേ ഇരിക്കണം, ചെയ്യുവാൻ. ഇനി പണം നഷ്ടപ്പെട്ടാലും സാരമില്ല, എന്തൊക്കെ ആയാലും സാരമില്ല, ആ ഒരു ചിന്ത എന്നും അവരുടെ അകത്ത് ഭരിച്ചുകൊണ്ടേയിരിക്കും. വിളിയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നോക്കിയ, വിളിയില്ലാതെ ഇറങ്ങി തിരിച്ച് ലോത്ത് എന്ത് സംഭവിച്ചേ? ലോത്ത് പരാജയപ്പെട്ടു പോയി. വിളിയുള്ള അബ്രഹാം ദൈവത്താൽ പടിപടിയായി അനുഗ്രഹിക്കപ്പെട്ടു. അവന്റെ തലമുറകൾ പടിപടിയായി അനുഗ്രഹിക്കപ്പെട്ടു. അവന്റെ ചാർച്ചക്കാർ പടിപടിയായി അനുഗ്രഹിക്കപ്പെട്ടു. ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. വിളിയുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. വിളിയില്ലാത്തവൻ വിളിച്ചു എന്ന് പറഞ്ഞിറങ്ങിയാൽ എന്റെ സഹോദര പരാജയപ്പെടത്തേയുള്ളൂ. ഇന്ന് ക്രൈസ്തവ ലോകത്തേക്ക് നോക്കിയോ, വിളി നമുക്കറിയാം. ഞങ്ങൾക്ക് ഇവിടെ വരുന്നവർക്കറിയാം, ഇവിടെ അനേകർ കടന്നുവരുന്നുണ്ട്. അനേക വിസിറ്റിംഗ് ദൈവാസന്മാർ പലരും കടന്നു വരും. വിളിയുള്ളവർ വരും, വിളിയില്ലാത്തവരൊക്കെ കടന്നു വന്നിട്ട് ഭയങ്കര ഒരു 4, 2, 3 നല്ല പ്രസംഗങ്ങളൊക്കെ പഠിച്ച് നല്ല കൊഴുപ്പിച്ച് കടന്നു വരുന്ന അനേകരുണ്ട്. അതൊന്നുമല്ല ശുശ്രൂഷ, അതൊന്നുമല്ലെന്നേ. അവർ വന്നിട്ട് അങ്ങ് വാക്കുകൾ കൊണ്ട് അമ്മാനമാടി പോകും. അതൊന്നുമല്ലെന്നേ. പലപ്പോഴും അത് ഒരു കാലഘട്ടത്തിൽ വന്നു, എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോ അത് നേരെ തിരിഞ്ഞു. അങ്ങനെയുള്ള ഒരു അടുപ്പിക്കുന്ന പോലുമില്ല. വിളിയുള്ളവനെ മാത്രം ഈ ദിവസങ്ങളിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, വിളി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിക്കോ ഇച്ഛയ്ക്കൊന്നുമല്ല, അതിനപ്പുറം വിളിച്ചവർ മാത്രമേ കർത്താവിന് വേല ചെയ്യാവൂ. നിന്റെ അകത്ത് വിളിയുണ്ട്. എങ്ങനെ വിളിയോടെ തിരിച്ചറിയോ? സിമ്പിളാ.
വിളിയുള്ളവനെ അവന് സ്വന്തമായിട്ട് അറിയാം. അവൻ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവന്റെ അകത്ത് ഇങ്ങനെ ഒരു ആത്മഭാരം, എപ്പോഴും ഒരു ആത്മഭാരം. ബിരാജിയൊക്കെ ഈ പ്രഭാതത്തിലൊക്കെ മീറ്റിംഗ് നടത്തി, എന്താ ലാഭം? ലാഭം എന്തെങ്കിലും? ലാഭമൊന്നുമില്ല. എങ്കിലും അകത്തുള്ള വിളി, എന്നെ വിളിച്ച വിളിയാലുള്ള ആശ, എന്റെ അകത്തുള്ള ആത്മഭാരം അനേകരെ ഉറപ്പിക്കണോ, അനേകരെ സൗഖ്യമാക്കണോ, അനേകരെ കണ്ണുനീര് അകറ്റണോ, ആ ചിന്തയകത്ത് വെളിപ്പെടുത്തില്ലേ? അതാണ് വിളിയുടെ ഉദ്ദേശം. ഈ അകത്ത് ആ വിളിയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. വിളിയുള്ളവരാരും അടങ്ങിയിരിക്കല്ലേ. വിളിയുള്ളവരിറങ്ങുക, വിളിയുള്ളവരിറങ്ങുക. നിങ്ങളൊരു മൈക്ക് പിടിച്ച് പ്രസംഗിക്കണമെന്നല്ല, അതിനപ്പുറം നിങ്ങളുടെ ചർച്ചക്കാരുണ്ട്, നിങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അവരിലേക്ക് ഇറങ്ങി സ്നേഹത്തോടെ അവരുടെ ഹൃദയങ്ങളുടെ അകത്തേക്ക് കയറി ചെല്ലുവാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അവരെ ഉറപ്പിക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാനുള്ള ഒരു കൃപ നിങ്ങളുടെ മേലെ പകർന്നിരിക്കുകയാ. നമ്മൾ ചിന്തിക്കല്ലേ, ഞാൻ പ്രസംഗം മാത്രമോ വിളി, അല്ലെങ്കിൽ പാട്ട് പാടുന്ന മാത്രമോ വിളി, 4 പേരുടെ മുമ്പിൽ നിന്നുകൂടെ പ്രസംഗിക്കുകയും പാട്ട് പാടുക, ഇതൊക്കെയാണ് വിളി എന്ന് ചിന്തിക്കല്ലേ? ഇതൊന്നും അല്ലെന്ന്. ഇതിന്റെ അപ്പുറത്ത് കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന എത്രയോ ശ്രേഷ്ഠ ദൈവദാസന്മാരുണ്ടെന്ന് അറിയുമോ? പട്ടിണിയിലും പരിവിട്ടതിന് കിടന്ന് അനേകരെ ഉറപ്പിക്കുന്ന, നമ്മൾ പോലും അറിയാതെ മുഴങ്കാലം മുടങ്ങി പ്രാർത്ഥിക്കുന്ന, അനേകരെ ധൈര്യപ്പെടുത്തുന്ന എത്രയോ വിശ്വാസ വീരന്മാർ. അവരിലേക്ക് നാം ആ ഒരു അനുഭവത്തിലേക്ക് മാറണം ഈ ദിവസങ്ങളിൽ. വിളിയുടെ ആഴം തിരിച്ചറിയണം. വിളിയുടെ ആഴം വിളിയില്ലാത്തവൻ ഇറങ്ങിയാൽ ലോത്ത് പരാജയപ്പെട്ടു പോയി. വിളിച്ചവൻ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു പോയി. ഇന്ന് പകലും വിളിയുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവം വിളിച്ചവർ കർത്താവിന് വേണ്ടി ജ്വലിക്കുക, ആളിക്കത്തുക, ആളിക്കത്തുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അനേക നാളുകളെ എഴുന്നേൽപ്പാൻ കഴിയാതെ, പ്രകാശിപ്പാൻ കഴിയാതെ ഇരുട്ട് മൂടിയ അനുഭവത്തിലാ നിങ്ങളായിരിക്കുന്നെങ്കിൽ ഈ പ്രഭാതം നിങ്ങൾക്കുള്ള പ്രഭാതമാ. ദൈവാത്മാവ് പറയാ, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, പ്രകാശിക്കുക, പ്രകാശിക്കുക. എന്റെ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാ. ദൈവപ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാ. ആ പ്രകാശം നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന ലെവൽ അല്ലെന്ന്, നിങ്ങൾ ആളും മാറിയ അനുഭവത്തിലൂടെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളുടെ ശുശ്രൂഷ തലങ്ങൾ അത് മൂർച്ചയുള്ളതായി തീരോ. നിങ്ങൾ എഴുന്നേറ്റ മതി, എഴുന്നേറ്റ മതി. ഒന്ന് ധൈര്യത്തോടെ കർത്താവ് പറ, കർത്താവേ, അനേക നാളുകളായി എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ ഇരപ്പിലിരിക്കുകയാ. എന്നാൽ ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. നിങ്ങൾ എഴുന്നേറ്റ മതി. നിന്നെ പ്രകാശിപ്പിക്കുവാൻ, നിന്നെ പ്രകാശിപ്പിക്കുവാൻ, നിന്റെ മേൽ വെളിച്ചത്തെ പകരുവാൻ, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യം വെളിച്ചോ നിന്റെ മേൽ പകർന്നതിനെ ഉയർത്തുവാൻ എന്റെ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വരൂ. അതുകൊണ്ട് ഇന്ന് എഴുന്നേൽക്കുക. എഴുന്നേൽപ്പാനുള്ള ഒരു വലിയ ആഗ്രഹമകത്ത് വെളിപ്പെടട്ടെ. ആഗ്രഹം ഇന്ന് പകലകത്ത് വെളിപ്പെടട്ടെ. എഴുന്നേൽക്കുക. എഴുന്നേറ്റാൽ ദൈവം നിന്നെ പ്രകാശിപ്പിക്കും. തേജസ് ഇന്ന് പകൽ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉണ്ട്. സഹോദര, സഹോദരി, നിങ്ങളുടെ ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുകയാ. നിങ്ങളുടെ മൺകൂടാരത്തിൽ ദൈവം തന്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാ. നീ എഴുന്നേറ്റ മതി. ഒന്ന് എഴുന്നേറ്റ് പ്രകാശിക്കാൻ തയ്യാറായ മതി. ആർക്കും കാണാൻ കഴിയാത്ത തേജസ്സിനെ കാണാൻ കഴിയോ? മുൾപ്പറപ്പിൽ കത്തിയ തേജസ്സിനെ ഒരു മോശയ്ക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ, ആർക്കും വെളിപ്പെടാത്ത ദൈവശബ്ദം മോശ കേട്ടുവെങ്കിൽ, ഇന്ന് പ്രഭാത ദൈവത്തിന്റെ ആത്മാവ് പറയുക, എന്റെ ദൈവത്തിന്റെ തേജസ് നീ കാണോ? നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത്, നിന്റെ ജീവിതത്തിലേക്ക് ഇതുവരെ കയറി വരാത്തൊരു പ്രകാശം, ഒരു തേജസ് കൊണ്ട് നിന്നെ മൂടുന്ന ദൈവ സാന്നിധ്യോ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങൾ ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞോട് വലങ്കരം ആ നെഞ്ചോട് ചേർത്ത് വെച്ച് പറ, എന്റെ കർത്താവേ, നീ എന്നെ പ്രകാശിപ്പിക്കണമേ. ഒന്ന് എഴുന്നേൽക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. അങ്ങനെ തേജസ് എന്റെ മേൽ വെളിപ്പെടണമേ എന്ന് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കും ദൈവജനത്തെ ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാ. എഴുന്നേൽപ്പാൻ നീ തയ്യാറായാൽ എന്റെ ദൈവത്തിന്റെ തേജസ്സിന്റെ മേൽ വെളിപ്പെടൂ. ദൈവ തേജസ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയല്ലെന്ന് ഒരു ഏലിയാവിന്റെ മേൽ ദൈവ തേജസ് ഇറങ്ങിയപ്പോൾ ഏലിയാവ് എഴുന്നേറ്റു, പ്രകാശിച്ചു, അനേകരെ ഉറപ്പിച്ചു. ആഹബിന്റെ മുമ്പാകെ പോയി നിന്നു, കൊട്ടാരത്തിൽ പോയി പ്രവചിച്ചു. ദേശത്ത് മഴ പെയ്യത്തില്ല, മഞ്ഞു പെയ്യത്തില്ല, ആകാശ മണ്ഡലങ്ങളെ അടയ്ക്കുവാൻ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞെങ്കിൽ, ഒരു അബ്രഹാമിനെ ദൈവം എഴുന്നേൽപ്പിച്ചു, ഒരു മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു, പ്രകാശിച്ചെങ്കിൽ ഇന്ന് പകലും ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുകയാ.
ദൈവ തേജസ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങളുടെ മേൽ അയക്കുമെന്ന്. ഒന്ന് വെളിപ്പെട്ടാൽ മതിയെന്ന്. ഏത് ഫറവോന്റെ മുമ്പിലോ ഏത് ആഹവന്റെ മുമ്പിലോ നിൽപ്പാനുള്ളൊരു ധൈര്യം നിനക്ക് വരുമോ? നോക്കി, മോശ പേടിച്ചോടിയ മോശയാ, മിദ്യാനിലേക്ക് പേടിച്ചോടിയവനാ. ഈ പേടിച്ചോടിയ മോശ തിരിച്ച് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നൊരു വരവുണ്ട്. ഓ, എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. കൊട്ടാരത്തിൽ ഫറവോന്റെ മുഖത്തേക്ക് നോക്കി എന്റെ ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കുക. ഒരധികാരത്തിന്റെ ശുശ്രൂഷ, ഒരഭിഷേകത്തിന്റെ പവർ അവനിലേക്ക് വെളിപ്പെട്ടപ്പോഴാ ദൈവ തേജസ് അവനിലേക്ക് ഇറങ്ങിയപ്പോൾ ആഹബിന്റെ മുമ്പാകെ പോയിട്ട് ഒരു ഏലിയാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വേറിയ വലിയ പരാമർശങ്ങളൊന്നും കാണുന്നില്ല. ഒരൊറ്റ വാക്കിൽ ഏലിയാവ് തുടങ്ങുകയാ. തിഷ്പയിൽ നിന്നുള്ള തിഷ്പനായ ഏലിയാവ്. ഒരൊറ്റ വാക്കിൽ ഏലിയാവിന്റെ ചരിത്രം ആരംഭിക്കുക. അടുത്ത പദം എവിടെയാ? അവർ ആഹബിന്റെ കൊട്ടാരത്തിൽ കയറിക്കൊണ്ട്, എന്റെ ദൈവമോ, ഞാൻ പറയാതെ ദേശത്ത് മഴ പെയ്യുകയില്ല, മഞ്ഞു പെയ്യുകയില്ല. ഒരു രാജാവിന്റെ കൊട്ടാരത്തിന് അകത്ത് കയറിയിട്ട് ഒരു രാജാവിന്റെ മുഖത്തേക്ക് നോക്കി വെല്ലുവിളിക്കുക, ഇനി ഞാൻ പറയണം ദേശത്ത് മഴ പെയ്യുവാൻ, തേജസ് നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ ശക്തി. ചുടവന വൈഡമന ശാന്തരാധന ഘടകസിയ, നിന്റെ മേൽ ആത്മാവിന്റെ തേജസ് ഇറങ്ങിയാൽ, യഹോവയുടെ തേജസ് നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പ്രകാശം വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പവറാണെന്ന്, ഒരു പ്രത്യേക ധൈര്യമാണെന്ന്. ചിലപ്പോൾ ആളൊന്നും ഉണ്ടായെന്ന് വരത്തില്ല, കൂടെ കൂടെ ആരും ഇല്ലെന്ന് വരോ, നിന്റെ കൂടെ ഉള്ളവരൊക്കെ മാറിയെന്ന് വരോ, നിന്നെ സ്നേഹിച്ചവരോ കൂടെ നിന്നവരൊക്കെ മാറിപ്പോയെന്ന് വരോ. ആരൊക്കെ മാറിയാലോ നീ കുലുങ്ങത്തില്ല, നീ കുലുങ്ങിപ്പോകത്തില്ല. എന്നേക്കും നിലനിൽക്കുന്ന സീയോൻ പർവ്വതം പോലെ നീ ഉറച്ചിരിക്കും. കാരണം നിന്റെ യാഗത്തെ തേജസ്സുള്ളവൻ പരാജയപ്പെടുത്തില്ല. ഓ, ചുടമന വൈഡാ ശബ്ദന ദൈവത്മാ പറയുകയാ. ആരൊക്കെയോ ചില വാക്കുകളുടെ മുമ്പിൽ തൊട്ടാവാടി പോലെ വാടിപ്പോകുന്നവരാ. നിങ്ങളെ കാണുമ്പോൾ നല്ല പ്രസന്നതയൊക്കെ ഉണ്ട്. നിങ്ങൾ നല്ല പ്രസന്നതയോടെ ഒരു തൊട്ടാവാടിയിലേക്ക് നോക്കി കാണുമ്പോൾ ഒരു ചിരിച്ച് നിൽക്കുന്ന മുഖം പോലെ തൊട്ടാവാടി, പക്ഷേ അതിന് തൊട്ടാവാടിപ്പോകും. ഇന്ന് ചിലരൊക്കെ അങ്ങനെയാ. ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കും ചിലരൊക്കെ ദൈവാത്മാ പറയുക, നിങ്ങൾ വാടിപ്പോകുന്നവരാ. ചില വാക്കുകളുടെ മുമ്പിൽ ചില എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ വാടിപ്പോയി. നിങ്ങളുടെ വിശ്വാസ ജീവിതവും നിങ്ങളുടെ ഭൗതിക ജീവിതവും ആത്മിക ജീവിതവും ഒക്കെ തകർന്ന് ആകെ നിങ്ങൾ വല്ലാതൊരു പരുവത്തിലേക്ക് പോകുന്നതിന്റെ അനുഭവങ്ങൾ ദൈവാത്മാവ് കാണുകയാ. എന്നാൽ ഇന്ന് പകൽ പറയുക, നീ വാടിപ്പോകേണ്ടവനല്ല. ചില വാക്കുകളുടെ മുമ്പിൽ, ചിലരുടെ നോട്ടത്തിന്റെ മുമ്പിൽ, ചില കുത്തുവാക്കുകളുടെ മുമ്പിൽ, ചില അപമാനങ്ങളുടെ മുമ്പിൽ നീ വാടിപ്പോയി തളർന്നു പോകേണ്ടവനല്ല. നീ തേജസ്സുള്ളവനാ, നീ പ്രകാശിക്കേണ്ടവനാ. ഒരു അത്യന്ത ശക്തിയാ നിന്റെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നത്. അതിന്റെ മൺകൂടാരത്തിലെ ദൈവശക്തി ഉള്ളിടത്തോളം കാലം നീ വാടത്തില്ല, നീ തകർന്നു പോകത്തില്ല. നീ ജ്വലിക്കേണ്ട തീയാണെന്നുള്ള തിരിച്ചറിവ് ഉള്ളവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. നമ്മുടെ സമയം ഇവിടെ തീർന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേൽക്കുക. ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങൾ അത് പറയാനാണ് എന്നെ ഇവിടെ കൂട്ടിയത്. ഞാൻ പലപ്പോഴും ഇന്ന് വരേണ്ട, ഒരിക്കലും ഞാൻ ചിലപ്പോൾ പലപ്പോഴും വരാൻ സാധ്യത കുറയും. രാവിലെ ആയതുകൊണ്ട് പലപ്പോഴും മാറാൻ എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞ് പോകേണ്ടവനാ. പക്ഷേ ആൻറ്റി പറഞ്ഞപ്പോൾ തന്നെ ആ സെക്കൻഡ് തന്നെ ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ കയറിക്കോളാം എന്ന്. കാരണം ദൈവാത്മാവിന് നിങ്ങളോട് സംസാരിപ്പാനുണ്ടായിരുന്നു, ദൈവത്തിന് ഇടപെടുവാനുണ്ടായിരുന്നു. ഇന്ന് പകൽ എഴുന്നേൽക്കുക, പ്രകാശിക്കുക. നിങ്ങളുടെ മേൽ തേജസ് വെളിപ്പെട്ടിരിക്കുക. തേജസ് വെളിപ്പെട്ട പ്രത്യേക ധൈര്യം അകത്ത് വെളിപ്പെടും. അകത്തൊരു പ്രകാശം വരും. വിളിയുള്ളവൻ മാത്രം കർത്താവിന് വേല ചെയ്യുക. വിളിയുള്ളവൻ അറിയാം അവൻ്റെ അകത്ത് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ അകത്ത് ഇങ്ങനെ തീക്കനൽ ഇങ്ങനെ എരിയുന്നത് പോലെ അകം ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേ ഇരിക്കും. അവന് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല, അവൻ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവന് കർത്താവിനോട് ചെയ്യണം, പ്രയോജനപ്പെടണം എന്ന ചിന്ത അവനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ഓർത്തോ, എൻ്റെ മേലൊരു വിളിയുണ്ട്. ആ വിളിയുടെ ഉദ്ദേശം തിരിച്ചറിയുക. ദൈവത്തിനോട് നിങ്ങൾ ആളിക്കത്ത് പ്രയോജനപ്പെടുക. കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രസംഗം ഒരു ഭൗതിക നന്മയെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാൻ വളരെ കുറവാണ്, പക്ഷെ എനിക്ക് അങ്ങനെ വരത്തില്ല. പക്ഷേ ഇന്ന് പകൽ ഭൗതിക നന്മ ദൈവം തരുമെന്നേ. നിങ്ങൾ പല വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാ, ദൈവത്തിന് നിങ്ങൾ ഉയർത്തുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഭൗതിക നന്മ ദൈവം ഒരുക്കുമെന്ന്. ഭൗതികം നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമേ ഇല്ല. എനിക്കറിയാം, ഞാൻ ഒത്തിരി പ്രതിസന്ധികളുടെ കടന്നുപോയ സാഹചര്യമുണ്ട്. എൻ്റെ കർത്താവിനോട് നിന്നതുകൊണ്ട് മാത്രമാ ഈ മരുഭൂമി ഞാൻ കുടുംബമായി പാർക്കുവാനുള്ള കാരണം. ഇന്നും എനിക്ക് ആ ഒരു സത്യം അറിയാം. അപ്പോൾ ഞാൻ ഉറപ്പോടെ പറയാം, ദൈവത്തിന് വേണ്ടി ജ്വലിക്കുക, പ്രകാശിക്കുക. നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം ഇറങ്ങി വരും. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം ഒരുക്കിയ പ്രിയ ആന്റിയോടും ഈ മീറ്റിംഗിനോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.